വന്ന് നിൽക്കുമ്പോൾ ശരിക്കും വലിയ സന്തോഷമാണുള്ളത്. അങ്ങനെ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇത്രയും ചെറുപ്പക്കാരെ മുമ്പിൽ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്, അത് ചെറുതല്ല. രണ്ടാമത്തേത്, നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടമുള്ള തൊഴിൽ. ഞാൻ IT കാരനാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി പഠിപ്പിക്കലാണ്. അപ്പൊ അധ്യാപകരാകുക എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു പോകുന്ന നിങ്ങളോട് എനിക്ക് സത്യം പറഞ്ഞ അസൂയുണ്ട്. പക്ഷേ ആ അസൂയ നിങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടാവണം എന്നുള്ളൊരു റിക്വസ്റ്റും ഉണ്ട്. ചില അധ്യാപകരെ അറിയാലോ, അധ്യാപനം എന്നുള്ളത് വെറും ജോലിയായിട്ട് കാണുന്ന ആൾക്കാർ ആയിക്കഴിഞ്ഞാൽ പരമപൂർവ്വമായിരിക്കും. അത് നിങ്ങളിൽ സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം IT അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി. അതെങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ ബാധിക്കുന്നത് എന്നാണ്. ഈ കൂട്ടത്തിൽ നിർമ്മിത ബുദ്ധി എന്ന വിഷയം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കൂ, ഞാൻ വിശദീകരിക്കാം. എല്ലാവർക്കും അറിയോ? നിങ്ങൾക്കൊന്നും അറിയില്ല? നിർമ്മിത ബുദ്ധി എന്താണെന്ന് അറിയില്ല? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയോ? അത് തന്നെയാണ് നിർമ്മിത ബുദ്ധി. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നിർമ്മിത ബുദ്ധിയും അറിയില്ല എന്ന് നിങ്ങൾ നുണ പറയുകയാണ്. അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരും അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എത്ര പേര് ഗൂഗിൾ ഉപയോഗിക്കാറില്ല? ഗൂഗിൾ ഉപയോഗിക്കാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ ഒന്ന് കൈവെക്കും. ഇവിടെ നേരത്തെ കൈവക്കിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കൈവക്കുന്നില്ലേ? നിർമ്മിത ബുദ്ധി ഉപയോഗിക്കില്ല, പക്ഷെ ഗൂഗിൾ ഞാൻ ഉപയോഗിക്കും. എടോ, ഗൂഗിളിനകത്ത് നിർമ്മിത ബുദ്ധി ഉണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ കിട്ടുന്നത്. നിങ്ങൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിനകത്തും ഒരു എലമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിൾ എടുക്കുകയാണ്, നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിരമുള്ള, ഞാൻ ശരിക്കും വിചാരിച്ചത് എന്താണെന്ന് അറിയോ, അദ്ദേഹം എൻ്റെ അടുത്ത് തൊഴുകയാണെന്നാണ്. ഇതെന്തിനാ എന്നൊന്ന് തൊഴുന്നതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു മുൻകൂട്ടി പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളിപ്പോ ഉദാഹരണത്തിന് ഗൂഗിളിൽ പോയിട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ താഴോട്ട് വരും അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? മോഹൻലാലിനോ മമ്മൂട്ടി എന്നൊക്കെ വരും. ഇതേ നിങ്ങള് വേറൊരു രാജ്യത്ത് പോയിട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മോഹൻലാലിനും മമ്മൂട്ടിന്നും വരുമോ? വരും. കാരണം അത് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങളാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ മനുഷ്യന്മാരുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വരും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ ഉണ്ട്. ഇതെങ്ങനെ അതിന് മനസ്സിലാവുന്നു? സിമ്പിൾ. അത് നിങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുള്ള എല്ലാ സെർച്ചുകളും ഗൂഗിൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിന് നിങ്ങളെ പറ്റി അറിയാം. ഇവിടെ പലരുടെയും നെഞ്ചത്തൊരു കാളൻ ഉണ്ടായത് എനിക്ക് മനസ്സിലായി. നമ്മൾ ആരും അറിയാതെ വളരെ സ്വകാര്യമായി ചെയ്തിരുന്ന കുരുത്തക്കേടുകളൊക്കെ ആരും ഒരാൾ കാണുന്നുണ്ട് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് കേട്ടിരുന്നു AI ക്യാമറ എന്ന് പറഞ്ഞിട്ട് അല്ലെ? നിങ്ങൾ വണ്ടി ഓടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കും, 2 വീലറെങ്കിലും ഓടിക്കും. ഇപ്പൊ AI ക്യാമറ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആപ്പുകളും ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇന്ന സ്ഥലത്ത് AI ക്യാമറ ഉണ്ട്, അവിടെ പോകണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. AI ക്യാമറയ്ക്കകത്തും ചെയ്യുന്നത് ഇമേജ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. അതായത് ഒരു വണ്ടി പോവുകയാണ്, അപ്പൊ ആ വണ്ടി ഏത് വണ്ടിയാണെന്നും അതിന് എത്ര സ്പീഡ് ഉണ്ടെന്നും അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഏതാണെന്നും അതിനുള്ളിൽ ഇരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആ വണ്ടിയിൽ കയറിയതിനു ശേഷം മൊബൈൽ ഫോൺ എടുത്ത് ചെവി വയ്ക്കുകയാണെങ്കിൽ വണ്ടിക്ക് അറിയാം, വണ്ടിക്കല്ല ക്യാമറയ്ക്ക് അറിയാം ഈ സംഭവം നിങ്ങൾ ഫോൺ ചെയ്യാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അപ്പൊ ഇമേജ് റെക്കഗ്നിഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും AI ക്യാമറകൾക്കകത്തുണ്ട്. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറില്ലേ? ഗൂഗിൾ മാപ്പിനകത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? ശരി, അത് സ്വാഭാവികമാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സംഭവത്തിന് ഏറ്റവും ലളിതമായി കൊടുക്കാവുന്ന നിർവചനം
AI എന്ന് പറയുന്നത് മനുഷ്യനെയോ മൃഗങ്ങളെയോ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ മനുഷ്യനും മൃഗങ്ങളെയും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നോ പഴയ കമ്പ്യൂട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടറിനകത്ത് ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അടുത്ത് നമ്മളൊരു നിർദ്ദേശം കൊടുക്കണം, പ്രോഗ്രാം ചെയ്യണം. ആ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ പറയാണ്, ഇവിടുന്ന് നമ്മുടെ അങ്ങേയറ്റത്തിരിക്കുന്ന മാമിന്റെ അടുത്തേക്ക് പോകണം എന്ന് കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 40 സ്റ്റെപ്പ് സ്ട്രെയിറ്റ് നടന്നാൽ എത്താൻ പറ്റും എന്ന് പറയും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് വിവേചന ബുദ്ധിയില്ല. അപ്പൊ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ ഈ ടാസ്ക് എനേബിൾ ചെയ്യാൻ പറയുന്നു. കമ്പ്യൂട്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്. 1 2 3 4 5 എങ്ങനെ പോകും? എവിടം വരെ പോകും? കട്ടമാഷിന്റെ ക്യാമറയിൽ ഇടിച്ചു നിൽക്കുന്നവരെ പോകും. കമ്പ്യൂട്ടറിന് അറിയില്ല അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറയിൽ ചെന്ന് ഇടിക്കാൻ പാടില്ലെന്നും കമ്പ്യൂട്ടറിന് അറിയോ? അപ്പൊ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ഫെയിൽ ആവും, ആ പ്രോഗ്രാം ഫെയിൽ ആവും. AI ആണെങ്കിൽ അവിടെ ഫെയിൽ ആവില്ല. അത് അവിടം വരെ പോയിട്ട് ഇടത്തേക്ക് തിരിയും, അല്ലെങ്കിൽ വലത്തേക്ക് തിരിയും, മുന്നോട്ട് പോകും, വളഞ്ഞു പോകും. ഇത്തരത്തിൽ മനുഷ്യന്റെ ചിന്തയ്ക്ക് ഇക്വലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയാണ് AI എന്ന് പറയുന്നത്. AI ഒരുപാട് തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യാൻ പറ്റും, ഇമേജ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിനെ വോയിസ് ആക്കി മാറ്റാൻ പറ്റും, വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും, എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറേ വിവരങ്ങൾ കിട്ടി, അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? നമുക്ക് കുറേ കാലാവസ്ഥയുടെ വിവരം കിട്ടുമ്പോൾ മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ എന്ന് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. ഇതുപോലെ പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചില ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി പറയാനല്ല ഇന്ന് ഇവിടെ വന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഒരു പ്രീ കണ്ടീഷനിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. ഇനി അറിയില്ലെങ്കിൽ നമുക്ക് വിശദമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ വന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ പ്രത്യേക സംവിധാനം, ഈ പ്രത്യേക ടെക്നോളജി നമ്മുടെ വിദ്യാലയങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കാനാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അധ്യാപകരാകാൻ പരിശീലിപ്പിക്കപ്പെടുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ഇയർ, എങ്ങനെയാണ് നിങ്ങളുടെ എത്ര വർഷത്തെ ഡ്യൂറേഷൻ ആണ്? 2 വർഷം. ഇതിലിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്? ഏത് വർഷത്തെ? സെക്കൻഡ് ഇയർ ആണ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉണ്ടോ? മിക്സ് ആണ്. സെക്കൻഡ് ഇയർ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ തത്വശാസ്ത്രമൊക്കെ അറിയണ്ടാവും അല്ലെ? പിള്ളേരെ എങ്ങനെ പറ്റിക്കണം, അവരെങ്ങനെ വരട്ടണം, അവര് കുറ്റക്കേട് കാണിച്ചാല് കണ്ടുകിട്ടേണ്ടതിന്റെ ആംഗിൾ എത്ര, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാം. ശരി, എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പർട്ടിക്കുലർ നിങ്ങൾ പഠിച്ച പെഡഗോജിയിൽ അല്ലെ, പെഡഗോജി തന്നെയല്ലേ പറഞ്ഞേ, ബോധനശാസ്ത്രം അല്ലെ, ബോധനശാസ്ത്രത്തിൽ എവിടെയാണ് നിങ്ങൾ ടെക്നോളജിയെ കൊണ്ടുവരുന്നത്? ആരെങ്കിലും ഒന്ന് ഉത്തരം പറയാമോ? സാങ്കേതിക വിദ്യ എവിടെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ക്ലാസ്സിൽ എങ്ങനെ കൊണ്ടുവരും? ടീച്ചിങ് എയ്ഡ് ആയിട്ട് കൊണ്ടുവരും. പഠിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളായി, സഹായിക്കുന്ന സംവിധാനങ്ങളായി കൊണ്ടുവരും. ഉദാഹരണത്തിന് ഈ ഒരു പ്രൊജക്ടർ, അതൊരു ഡിജിറ്റൽ എയ്ഡ് ആണ്. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കും. സ്മാർട്ട് ടിവികൾ, ഇപ്പൊ മിക്കവാറും എല്ലാ സ്ഥലത്തും സ്മാർട്ട് ടിവികൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ ഒക്കെ ഉള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മഴ പെയ്തു, അല്ലെങ്കിൽ കോവിഡ് വന്നു, കുട്ടികളൊക്കെ വീട്ടിലായിപ്പോയി. നിങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കോവിഡ് വന്ന സമയത്ത് എവിടെ നിന്നാ പഠിച്ചത്? വീട്ടിലിരുന്ന് പഠിച്ചു. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചത് എന്തായിരുന്നു? മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. അതിനകത്ത് നിങ്ങൾ ചില സ്പെസിഫിക് ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൂം ഉപയോഗിച്ചിട്ടുണ്ടാവും, പിന്നെ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഒരു അഡീഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു കൂട്ടിച്ചേർക്കൽ എന്ന രീതിയിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസിനെയും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം
മനസ്സിൽ വച്ചോളണം. എന്താണ് ആ കാര്യം? കുട്ടികൾ ഏറെ മുന്നിലാണ്, നമ്മൾ കൂടെ എത്തിയേ പറ്റൂ. ഇത് ഞാൻ പറയുമ്പോഴും എനിക്ക് നിങ്ങൾക്ക് അതിനൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാരണം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഒരു ആവറേജ് ഏജ് 20 വയസ്സിന് താഴെ ആയിരിക്കില്ലേ? അല്ലേ? എത്രയുണ്ട്? 35? അത്രയും ഒത്തിട്ടില്ല, ഇടയ്ക്ക് എവിടെയാണ് 25. 25 വയസ്സുകാരാണ് ഇരിക്കുന്നത് അല്ലേ? കുറച്ചുകൂടെ യങ്ങായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു 17-18 ഒരു സൗന്ദര്യം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ശരി, അപ്പൊ 25-26 വയസ്സൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തലമുറയെ പറയുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? യുവതലമുറയൊക്കെ പഴയതല്ലേ, ഇതിനൊക്കെ കുറച്ചുകൂടെ ഒരു ഗുമ്മുള്ള പേര് പറ. എന്താ? യങ്സ്റ്റേഴ്സ്. ജെൻസി എന്ന് കേട്ടിട്ടുണ്ടോ? ന്യൂ ജെൻ. കൃത്യമായി പറഞ്ഞാൽ ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്ന ഒരു തലമുറയിൽപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറകളെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പല പല തട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 1970-ലും 1960-ലും ഒക്കെ ജനിച്ച മനുഷ്യന്മാര്, അതായത് നമ്മുടെ അച്ഛനമ്മമാര്, അപ്പൂപ്പന്മാര്, ആ ഒരു കാറ്റഗറി. ഈ ബൂമർ ഗ്യാങ്ങിന്റെ അകത്ത് അവർ പറയുന്നതൊക്കെ നമുക്ക് തമാശയാണ് അല്ലെ? നമ്മൾ ഡാഡ് ജോക്സ് എന്നൊക്കെ പറയും. അവർ നമ്മുടെ അടുത്ത് പറയുന്ന തമാശകൾ പലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ചിരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 1980 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരെ നമ്മൾ ജനറേഷൻ എക്സ് എന്ന് പറയും. ജനറേഷൻ എക്സിൽ പെടുന്ന ഒരാളാണ് ഞാൻ. 80s to 90s വരുന്ന ആള്. അത് കഴിഞ്ഞിട്ട് 90s to 2000 വരുന്ന ആൾക്കാരെ നമ്മൾ ജനറേഷൻ വൈ എന്ന് പറയും. ഓക്കെ, ഇനി ജനറേഷൻ വൈ അല്ലെങ്കിൽ മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയാണ്. അത് കഴിഞ്ഞിട്ട് 2000 മുതൽ ജനിച്ച ആൾക്കാരെയാണ് നമ്മൾ ജനറേഷൻ സെഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 2000 അല്ലെങ്കിൽ 1995, 2005 ഈ കാറ്റഗറി കാലയളവായിരിക്കുമല്ലോ. നിങ്ങൾ പറയുന്ന പേര് ജനറേഷൻ സെഡ് എന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും നിങ്ങളാണ് ചെറുപ്പക്കാരെന്ന്. അല്ല കേട്ടോ, നിങ്ങൾക്ക് ശേഷം ഒരു തലമുറ ഉണ്ടായി. 2010 മുതൽ 2020 വരെയുള്ള ജനറേഷന് പറയുന്ന പേര് ജനറേഷൻ ആൽഫ എന്ന് പറയും. അതിനുശേഷം 2020 മുതൽ അതിനുശേഷം ജനിച്ച കുട്ടികൾ, അതായത് ഇപ്പൊ 4 വയസ്സ് 5 വയസ്സൊക്കെയുള്ള കുട്ടികളെ നമ്മൾ ജനറേഷൻ ബീറ്റ എന്ന് പറയും. ഓക്കെ, ഇനി ചിലപ്പോ ഡെൽറ്റയും ഒമിക്രോണും ഒക്കെ വരുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ജനറേഷൻ ബീറ്റ എന്ന് പറഞ്ഞൊരു തലമുറയുണ്ട്. അപ്പൊ നിങ്ങൾ ജനറേഷൻ സിയിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ പാവപ്പെട്ട ജനറേഷൻ എക്സിനെയും ബൂമർ ജനറേഷനെയൊക്കെ പുച്ഛമാണ്, സത്യം പറയണം അല്ലേ? ഏതാണ്ടൊക്കെ ഒരു പുച്ഛത്തിന്റെ ടോണുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവസാനിക്കുന്ന തലമുറയൊന്നും അല്ലല്ലോ. നിങ്ങൾ ആരെ പഠിപ്പിക്കാൻ പോണേ? ജനറേഷൻ ആൽഫയെ പഠിപ്പിക്കാൻ പോണെന്നാണോ നിങ്ങളുടെ വിചാരം? ആൽഫയിൽ തുടങ്ങുമായിരിക്കും നിങ്ങൾ. എവിടെയാ തീരാൻ പോവാ? ജനറേഷൻ ബീറ്റയോ ജനറേഷൻ ഗാമയോ അങ്ങോട്ടാണ് നിങ്ങളുടെ പോക്ക്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ചിലപ്പോൾ അടുത്ത വർഷം തന്നെ അല്ലെങ്കിൽ ഈ വർഷം പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ ജോലിയിലൊന്ന് ഉറച്ചു വരുമ്പോഴത്തേക്ക് ഒരു 4-5 കൊല്ലം എടുക്കും. ആ സമയത്ത് ആൽഫക്കാരെല്ലാം കോളേജിൽ പോവും, ബീറ്റക്കാര് സ്കൂളിലേക്ക് വരും. ഈ ബീറ്റക്കാർക്ക് ആൽഫക്കാരെ പുച്ഛമാണ്, പിന്നെ നിങ്ങളെ. ഈ ചങ്ങാതിമാര് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ ഇപ്പൊ നിങ്ങളുടെ മുതിർന്ന അച്ഛനമ്മമാരുടെ അടുത്തും അല്ലെങ്കിൽ വീട്ടിലുള്ള പേരൻസിന്റെ അടുത്തും സംസാരിക്കുന്ന ഭാഷ അവർക്ക് മനസ്സിലാകാറില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, നമ്മുടെ ലോകം, നമ്മളുടെ സൗഹൃദങ്ങൾ, നമ്മളുടെ ജെൻഡറിന്റെ പെർസ്പെക്റ്റീവ്, നമ്മൾ ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇതൊന്നും തന്നെ നമ്മളുടെ മാമന്മാർക്കോ അമ്മായിമാർക്കോ അല്ലെങ്കിൽ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ആർക്കും മനസ്സിലാവില്ല. അവർ പറയുന്ന ഈ പിള്ളേർക്ക് തലയ്ക്ക് നല്ല എന്തോ നൊസുണ്ടെന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾ ജനിച്ച വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. 2000-ന് ശേഷം അല്ലെങ്കിൽ 2000-ന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ, എല്ലാവരുടെ വീട്ടിലും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നിരിക്കണം അല്ലെ? നിങ്ങൾ ആദ്യമായിട്ട് ഒരു പക്ഷെ കളിച്ച ഒരു കളി പുറത്തിറങ്ങിയിട്ട് ഉള്ള സാറ്റുകളി ആയിരിക്കില്ല. പകരം നമ്മുടെ മൊബൈലിൽ അച്ഛൻ്റെയോ അമ്മയുടെ ഫോൺ എടുത്തിട്ട് പാമ്പ് ആപ്പിള് തിന്നണ കളിയായിരിക്കും നിങ്ങൾ ആദ്യം കളിച്ചിട്ടുണ്ടാവുക.
സാധ്യതയുണ്ട്. കളിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരു പക്ഷേ ആദ്യം കേൾക്കുന്ന പാട്ടുകളിൽ ചിലതെങ്കിലും ആരുടെയോ മൊബൈൽ ഫോണിൽ വന്ന യൂട്യൂബിലെ പാട്ടായിരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ഇന്റർനെറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഏത് മീൻവല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇന്റർനെറ്റ് നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വസ്തുവാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഞാൻ എന്നെ തന്നെ എടുക്കുകയാണ്. ഞാൻ ജനിക്കുന്നത് കുറച്ച് ഇച്ചിരി പഴക്കമുണ്ട് കേട്ടോ. അപ്പോ ആ സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി അറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ കാണുന്നത്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് കൂടി മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ കാണുന്നത് എനിക്ക് 15 വയസ്സുള്ള സമയത്താണ്. ഈ 15ാമത്തെ വയസ്സിൽ കമ്പ്യൂട്ടർ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അതിനകത്ത് ഗെയിം കളിക്കണം എന്നുള്ളതാണ്. അതും മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഒരു സംഭവത്തിന് തിന്നു കളയുന്ന സാധനം. എന്താണ് പോക്മാൻ, അതിന്റെ പേര് പോലും പറഞ്ഞു. അത് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പോയിട്ട് അവരെ കൈയും കാലും ഒക്കെ പിടിക്കുന്നു, പോകുന്നു, കളിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് എൻ്റെ ആകെയുള്ള പരിപാടി. എൻ്റെ കൂടെയുള്ള പല ആൾക്കാർക്കും അതിന് പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. കാരണം തൊട്ടടുത്ത് കമ്പ്യൂട്ടറുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കില്ല, അവിടെ പോകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ അവർക്ക് മിസ്സിംഗ് ആയിരിക്കും. ആ 15ാമത്തെ വയസ്സിൽ ഞാൻ കമ്പ്യൂട്ടർ കണ്ട ഞാൻ മര്യാദയ്ക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പഠിച്ചെടുക്കുന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പഠിക്കാൻ പോകുമ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കണം. ഞാൻ പഠിക്കാൻ പോയ സബ്ജക്ട് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ മര്യാദയ്ക്ക് ഓൺ ചെയ്യുന്നത് ആ ഒരു കോഴ്സിന് പോകുമ്പോഴാണ്. ആ 3 കൊല്ലം കൊണ്ടാണ് പ്രോഗ്രാമിംഗ് പഠിച്ചെടുക്കുന്നത്. അപ്പൊ എനിക്ക് എത്ര വയസ്സായി? 20 വയസ്സ്. 20ാമത്തെ വയസ്സിൽ ഞാൻ പഠിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ 2ാമത്തെ വയസ്സിലോ 3ാമത്തെ വയസ്സിലോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ ലോകത്തെ മീൻ കുഞ്ഞുങ്ങളാണെന്ന് പറയാം. ഡിജിറ്റൽ കടലിലെ നീന്തി കളിക്കുന്ന കുഞ്ഞുങ്ങൾ, മീൻ കുഞ്ഞുങ്ങൾ. അത് പലതരം മീൻ കുഞ്ഞുങ്ങളുണ്ടാവും. അയല ഉണ്ടാവും, മത്തി ഉണ്ടാവും, ആവോലി ഉണ്ടാവും, സ്രാവ് ഉണ്ടാവും. ചിലർക്ക് വൻകിട സ്രാവുകളായിരിക്കും, ചിലർക്ക് നമ്മളൊക്കെ നെത്തോലി വരായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ മീൻ കുഞ്ഞുങ്ങളാണ്. ഞാനൊരു തവളയാണ്. കരയിൽ ജനിച്ചു, കടലിലേക്ക് ഒന്ന് ജസ്റ്റ് ഒക്കെ ഇറങ്ങാനൊക്കെ അറിയാം. വലിയ തിരയൊക്കെ വന്നു കഴിഞ്ഞാൽ ചത്തുപോകുന്ന ഒരു പാവപ്പെട്ട തവളയാണ് ഞാൻ. ഈ ഇരിക്കുന്ന കത്തമാഷോ? കത്തമാഷ എന്താണ്? മീനാണോ, തവളയാണോ, വേറെ എന്തെങ്കിലും ജീവിയാണോ? കത്തമാഷ തവള പോലും അല്ലെന്നേ. തവളയ്ക്ക് മുമ്പുണ്ടായ കരയിൽ വിരാജിച്ച് നടന്ന ഏതോ ആനയോ എന്തോ ജീവിയായിരുന്നു. ഇതിന്റെ പ്രശ്നം എന്താണ്? ഡിജിറ്റൽ കുളത്തിലേക്ക്, ഡിജിറ്റൽ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചത്തുപോകും. അവർക്ക് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവില്ല ആ കാര്യം പഠിച്ചെടുക്കാൻ. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ ചെറുപ്പക്കാരായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു വസ്തുത, ഒരു 5 കൊല്ലം, 25 വയസ്സാണ് നിങ്ങളുടെ ബേസ് ലൈൻ വാല്യൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാണ്, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. 30 വയസ്സ് കഴിഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, തലേ കയറില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് വരുന്ന ടെക്നോളജി മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു 20ാമത്തെയോ 30ാമത്തെയോ വയസ്സിൽ, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ടെക്നോളജി കണ്ട ഒരു ലോകം, ഒരു വലിയ സമൂഹം എത്തിപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ പേരൻസ്. അപ്പൊ അവർക്കിത് അറിയാത്തത് അവരുടെ കുറ്റമല്ല, അവർ വളർന്നു വന്ന സാഹചര്യത്തിന്റെയും സമൂഹത്തിന്റെയും പ്രശ്നമാണ്. ഇനി നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നോളജിയുമായി പരിചയപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഇതിൽ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ടാവും. അതിൽ തന്നെ കുറെ ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ആരുമില്ല ഇവിടെ. എനിക്കറിയാമായിരുന്നു ഫേസ്ബുക്ക് അമ്മാവന്മാരുടെയും അമ്മായിമാരുടെ ആണെന്ന്, പക്ഷെ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എന്റെ തലമുറയൊക്കെ ശരിക്കും കിടന്ന് അർമാദിക്കുന്നത്, ഞങ്ങൾ എന്തോ വിപ്ലവം ഉണ്ടാക്കുന്നത്, സമൂഹത്തിന് മാറ്റാൻ ശ്രമിക്കുന്ന ഫേസ്ബുക്കിലൂടെയാണ്. അപ്പോഴാണ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനകത്ത് ഇല്ലെന്ന് മനസ്സിലാവുന്നത്. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഇപ്പൊ കാണുന്ന ജനറേഷൻ ആൽഫക്കാരും ബീറ്റക്കാരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമോ? ഇല്ല.
ഇൻസ്റ്റാഗ്രാമിന്റെ കാലം കഴിഞ്ഞ് പുതിയ ടെക്നോളജി വരും, പുതിയ സോഷ്യൽ മീഡിയ വരും. അവിടെയുള്ള സമൂഹത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ പണി പാളും മക്കളെ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകുന്നതിന് മുമ്പ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ചങ്ങാതിയല്ല. സിംഗം സിംഗിളായി വരും എന്ന് രജനീകാന്ത് പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒറ്റയ്ക്ക് വന്നിട്ട് ഷോ കാണിച്ച് തിരിച്ചു പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കേണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മറ്റു പല സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടു കൂടി കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജി ഗ്രൂപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു സിംഗിൾ ടെക്നോളജി പോലുമല്ല. ഈ മറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റ് ടെക്നോളജികൾ ഏത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് ടെക്നോളജികളുണ്ട്. ഉദാഹരണത്തിന് ടെലികമ്മ്യൂണിക്കേഷൻ ഒരുപാട് പഴയ ടെക്നോളജിയാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയുമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പുതിയ കാലഘട്ടത്തിന്റെ കുറച്ച് ടെക്നോളജികളാണ്. അതിന് നമ്മൾ മലയാളത്തിൽ നവസാങ്കേതികതകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്രോണ്ടിയർ ടെക്നോളജീസ്. ഈ ഫ്രോണ്ടിയർ ടെക്നോളജീസിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. തീരുന്നില്ല, ഞാനിത് നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാൻ കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാട് ടെക്നോളജി ഉണ്ട്. അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഉദാഹരണം റോബോട്ടിക്സ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റോബോട്ടിക്സിന്റെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആക്ടിവിറ്റികളായിട്ട് ചെയ്യാറുണ്ട്, ചെയ്യേണ്ടി വരും. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ഫ്രോണ്ടിയർ ടെക്നോളജിയാണ്. 3D പ്രിന്റിംഗ്. 3D പ്രിന്റിംഗ് ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇനി ഉപയോഗിക്കേണ്ടി വരും. 3D പ്രിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിറന്നാളിന് കേക്ക് മുറിക്കാറുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കേക്ക് ഓർഡർ ചെയ്യുന്നത്? തൊട്ടടുത്ത ബേക്കറി പോയിട്ട് പറയും എനിക്കൊരു കേക്ക് വേണം. ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഷേപ്പിലുള്ള കേക്ക് പറയും. ഇപ്പൊ സ്പൈഡർമാന്റെ ഷേപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് വേണം. അപ്പോൾ ചില ബേക്കറികൾ ഇത് സ്പെഷ്യൽ ആയിട്ട് ചെയ്തു കൊടുക്കും. ഇനി ഒരു 3D പ്രിന്റർ നിങ്ങളെ വീട്ടിൽ ഉണ്ടെന്നിരിക്കട്ടെ. 3D പ്രിന്ററിൽ നിങ്ങൾ കേക്കിന്റെ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ പറയാണ് എനിക്ക് ഇന്ന ഷേപ്പിലുള്ള ഒരു സംഭവം, ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് തരും. ആ ഷേപ്പിൽ പ്രിന്റ് ചെയ്ത് തരും. ഇതേ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വീട് കെട്ടാം. ഈ വീട് കെട്ടുന്നത് കേരളത്തിൽ വീടുകളുണ്ട്, 3D പ്രിന്റ് ചെയ്ത വീടുകൾ. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സ്ട്രെങ്ത് കൂടിയ വീടുകൾ ഉണ്ടാക്കാൻ പറ്റും. എന്നെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് PTP നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ നിർമ്മിതി കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അവരുടെ ഒരു വീടുണ്ട്, 3D പ്രിന്റഡ് ആണ്. നിങ്ങൾക്ക് AK-47 പ്രിന്റ് ചെയ്യാം. ശരിക്കും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 3D പ്രിന്റഡ് വെപ്പൺസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ n നമ്പർ ഓഫ് വെപ്പൺസ് നിങ്ങൾക്ക് കിട്ടും. ഒന്നും രണ്ടൊന്നും അല്ല. ഈ 3D പ്രിന്റിംഗ് സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ വാൽവും പ്രിന്റ് ചെയ്യാം. ഒരു പുതിയ ടെക്നോളജിയാണ് ഇത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. വേറൊരു ടെക്നോളജി 4D പ്രിന്റിംഗ്. ഇതേ 3D പ്രിന്റിങ്ങിന്റെ സംഭവത്തിന് പ്രിന്റ് ചെയ്തെടുക്കുന്ന സാധനം കുറച്ച് കഴിഞ്ഞിട്ട് ചൂട് മാറുമ്പോൾ, ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ മാറി വേറൊരു ടെമ്പറേച്ചർ ആകുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി മാറുമ്പോൾ ഇത് ഷേപ്പ് മാറുന്നുണ്ടെങ്കിൽ അതിനെ 4D പ്രിന്റിംഗ് എന്ന് പറയും. വെർച്വൽ റിയാലിറ്റി കേട്ടിട്ടുണ്ടോ? വെർച്വൽ റിയാലിറ്റി നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? കുറെ പേരെങ്കിലും ഉപയോഗിക്കണം. ഗെയിം കളിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? അധ്യാപകരെ നോക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. ഇവിടെയുള്ള ആള് ഇങ്ങനെ ഞാൻ ഗെയിം കളിക്കാറില്ലെന്ന് പറഞ്ഞാൽ അധ്യാപകരെ നോക്കണം നോക്കിയപ്പോ ഇങ്ങനെയൊക്കെ പൊങ്ങി. അപ്പോ നിങ്ങൾ ഗെയിം കളിക്കാറുണ്ട്. എന്താണ് ഫേവറേറ്റ് ഗെയിം? കോൾ ഓഫ് ഡ്യൂട്ടി. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? അവിടെ ഒരു പെൺകുട്ടിയുടെ കൈ പൊങ്ങിയായിരുന്നല്ലോ, എന്തായിരുന്നു ഗെയിം കളിക്കണേ? കാൻഡി ക്രഷ് സാഗ, അങ്ങനെ കുറെ ഉണ്ട് അതിന്റെ സംഭവങ്ങൾ. ഒരുപാട് ഗെയിമുകളുണ്ട്. ഇതിലൊക്കെ ചിലതിലൊക്കെ നമ്മൾ ചിലപ്പോ ഒരു കണ്ണട എടുത്തു വയ്ക്കും അല്ലെ? ആ കണ്ണട എടുത്തു വെച്ച് കഴിയുമ്പോൾ നമ്മൾ 3D വേൾഡിലേക്ക് അകത്ത് കയറുകയും അവിടെ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനൊക്കെ പറ്റുന്ന തരം ഗെയിമുകളുണ്ട്. ഇതിനെയാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ വെർച്വൽ റിയാലിറ്റിയുടെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു ടെക്നോളജി ഉണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നിലമ്പൂരേക്ക് പോകുന്ന വഴിക്ക് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് ചില ദിവസങ്ങളിൽ അവിടെ വിലക്കുറവാണ്. അപ്പൊ നമുക്കത് ഏത് ദിവസം ഒന്നും അറിയില്ല. നമ്മളൊരു കണ്ണട വെച്ചിട്ട് പോകുമ്പോൾ കണ്ണട നമ്മുടെ അടുത്ത് പറയുന്നത് ഡേ അവിടെ അതെ ബിരിയാണിക്ക് ഇന്ന് 50 രൂപ കുറവുണ്ട് എന്ന് നമ്മുടെ അടുത്ത് കണ്ണട പറഞ്ഞാൽ അത്
ശരിക്കും വെർച്വൽ റിയാലിറ്റിയും റിയൽ ലൈഫും തമ്മിലുള്ള ഒരു ചെറിയ ഇന്ററാക്ഷൻ ആണ്. ഈ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ആപ്പിളിന്റെ പുതിയ കണ്ണടയൊക്കെ വന്നിട്ടുണ്ട്. ഗൂഗിൾ പണ്ട് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞിട്ട് സാധനം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ അത്തരം സംവിധാനമാണ്. ഇനി ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള വേറൊരു ടെക്നോളജി ഉണ്ട്. അതിന് പറയുന്ന പേര് മെറ്റവേഴ്സ് എന്നാണ്. എത്ര പേര് ഈ മെറ്റവേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എക്സാക്ട്. ശരിക്കും മെറ്റവേഴ്സ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ വേൾഡ് ആണ്. ഈ വെർച്വൽ വേൾഡിനെ നമ്മുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ എത്തുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് രാജറാണിയിൽ ഇന്നലെ രാത്രി കയറി ഇന്ന് രാവിലെ ഇവിടെ വന്നിറങ്ങി വണ്ടി ഇടിച്ച് എന്നെ ഒരാൾ കൂടെ കൊണ്ടാക്കി, അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. നിങ്ങളോ? നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിച്ച് റെഡിയായി നടന്ന് ഇവിടെ എത്തി. അപ്പോ ഇതിനകത്തൊരു എഫേർട്ട് ഉണ്ട്. നമ്മൾ പരസ്പരം കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തിനും ആ ഒരു ഇന്ററാക്ഷനും വേണ്ടി നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് വന്നു. നമ്മൾക്ക് ഇത് ഗൂഗിൾ മീറ്റ് ചെയ്താൽ പോരായോ? എന്തിനാ നമ്മൾ ഫിസിക്കലി ഇവിടെ വന്നിരിക്കണേ? എന്താ വ്യത്യാസം? എന്താ? ഗൂഗിൾ മീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലോ. കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. ഗൂഗിൾ മീറ്റിൽ നമ്മൾ കുറെ ക്ലാസ് ഇരുന്നതാണ്. ഞാനും ക്ലാസ് ഇരുന്നിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഗൂഗിൾ മീറ്റ് ആകുമ്പോഴത്തേക്കും തുറക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓൺ ചെയ്യും, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും, വീഡിയോ ഓഫ് ചെയ്യും, സുഖമായിട്ട് കിടന്നുറങ്ങും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് നമ്മൾ പോകും. ഇതാണ് സംഭവിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഉണ്ടാവില്ല, ശ്രദ്ധിക്കില്ല. പക്ഷെ ഫിസിക്കലി നേർക്കുന്ന ഒരാകുമ്പോഴോ എനിക്ക് വരാം, ഷേക്ക് ഹാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴത്തേക്കും ചെവിക്ക് പിടിക്കാം, അല്ലെ? ഞാൻ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ണുകൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ അടുത്തു വരുമ്പോ ഒരുപക്ഷെ ഞാൻ ധരിച്ചിട്ടുള്ള ഡിയോഡ് സ്പ്രേയുടെ മണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ഒരാളിനെ ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് കണ്ണിലൊന്ന് തുറച്ചു നോക്കിയാൽ മതി. മെസ്സേജ് കൺവേ. ഈ സാധനം ഒരിക്കലും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ലോകത്ത് കിട്ടില്ല. പക്ഷെ മെറ്റവേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ടെക്നോളജിയാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഉടുപ്പെടുത്തിടുന്നു, നിങ്ങൾ കയ്യിൽ 2 ഗ്ലൗസ് എടുത്തിടുന്നു, കണ്ണിലൊരു കണ്ണട വയ്ക്കുന്നു, തലയിൽ ഒരു ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നു, ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടിരിക്കുന്നു. ഇതിന് വേറബിൾ ഗിയേഴ്സ് എന്നാണ് പറയുന്നത്. അതെടുത്ത് വെച്ചതിന് ശേഷം ഞാനും എൻ്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കയറി ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒറ്റ ക്ലിക്കിൽ നമ്മൾ എല്ലാവരും ഒരു മുറിക്കകത്തെത്തി. ഈ ഒരു മുറിക്കകത്തിരുന്നതിന് ശേഷം നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന പോലെ നമുക്ക് പരസ്പരം കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ നോക്കാൻ പറ്റും, നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പൊ തോന്നുകയാണ് ഈ മുറി വെള്ള നിറത്തുള്ള മുറി, പോരാ, ഇത് പിങ്ക് ആവണം. ഒരു ക്ലിക്കില് ഇത് മുഴുവൻ പിങ്ക് ആക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഗ്ലോബ് കാണിച്ചു തരണമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഗ്ലോബ് തപ്പിപ്പോണ്ട, ഞാൻ ഒരു കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഗ്ലോബ് ഉണ്ടായി വരുന്നു. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു, എനിക്ക് തൊട്ടടുത്ത് വരാൻ പറ്റുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നു. എങ്ങനെയാ ഷേക്ക് ഹാൻഡ് കൊടുക്കണേ? ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ ഉയർത്തുന്ന സമയത്ത് എന്റെ കയ്യിൽ സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് പറയുന്നു നിങ്ങൾ മൂവ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ സെൻസേഴ്സ് പറയുന്നു അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. കൈകൾ പരസ്പരം തൊടുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സെൻസർ പറയുന്നു ടച്ച് ഹാപ്പൻ ചെയ്തു. ടച്ച് ഹാപ്പൻ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്തേക്ക് ഒരു സിഗ്നൽ പോകുന്നു, പറയുന്നു നിങ്ങളെ ഒരാൾ സ്പർശിച്ചിരിക്കുന്നു. ഞാൻ എവിടെ ഇരിക്കുന്നത്? തിരുവനന്തപുരത്ത്. നിങ്ങളോ? നിങ്ങളുടെ വീട്ടില്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ സംവിധാനം വഴി തൊടാൻ പറ്റുന്നു. ഇത് ഞാൻ ഫിക്ഷൻ അല്ല, സങ്കല്പത്തിലുള്ള ഒരു കഥ പറയുകയല്ല, ഇത് ശരിക്കുമുള്ള കഥയാണ്, ഇപ്പോ ഉള്ള കഥയാണ്. ഈ മെറ്റവേഴ്സിൽ ഇപ്പോ സിനിമാ തിയേറ്ററുകളുണ്ട്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഷെമാറു എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഷെമാറു കഴിഞ്ഞ വർഷം മെറ്റവേഴ്സിനകത്തൊരു സിനിമാ തിയേറ്റർ കൊണ്ടുവന്നു. ഒരാളിനെ തൊടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ തൊടുന്നത് പോലെ തന്നെ ഒരാളിനെ എനിക്ക് അടിക്കാനും പറ്റും, അടി ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ അതിന്റെ ദുരുപയോഗമാണല്ലോ ആദ്യത്തെ പ്രശ്നം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3D പ്രിന്റിംഗ് വരുന്നതോടുകൂടി 3D പ്രിന്റിംഗ് ഉണ്ടാക്കുന്ന ഈ മറ്റേ തോക്കുകളും എന്നതുപോലെ തന്നെ മെറ്റവേഴ്സ് വരുമ്പോൾ മെറ്റവേഴ്സ് വഴി ഫിസിക്കൽ അബ്യൂസ് പോസിബിൾ ആണ്. ശരിക്കും മെറ്റവേഴ്സ് ലൈവായി തുടങ്ങി 6 മാസത്തിനുള്ളിൽ ആദ്യത്തെ സെക്ഷൽ അബ്യൂസ് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇറ്റ് ഹാപ്പൻസ്. ഞാൻ എന്തിനാ മെറ്റവേഴ്സ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റവേഴ്സ് ആണ് നിങ്ങളുടെ കാലഘട്ടത്തിലെ 5, 10, 20 കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂം എന്ന് പറയുന്നത് മെറ്റവേഴ്സ് ആണ്. മെറ്റവേഴ്സിനകത്തിരുന്നു കൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കേണ്ടാവുക. അത് ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും.
ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയ ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ലിസ്റ്റിൽ ആദ്യം നിങ്ങൾ കാണുന്ന പേര് എഡ്ടെക് എന്ന് പറയും, എഡ്യൂക്കേഷണൽ ടെക്നോളജീസ്. എഡ്യൂക്കേഷൻ ടെക്നോളജീസിന്റെ ചിലത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ മറ്റ് ചില സാങ്കേതിക വിദ്യകൾ ഇനിയും ഇവോൾവ് ചെയ്യുകയാണ്. ബൈജൂസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ബൈജൂസ് എന്താ ചെയ്യണേ? പൊളിഞ്ഞ് പണ്ടാറടങ്ങിപ്പോയി അല്ലെ? പക്ഷെ ബൈജൂസ് പൊളിഞ്ഞെങ്കിലും ബൈജൂസിനെ പോലെ ഒട്ടനവധി ടെക്നോളജിക്കൽ ആയിട്ടുള്ള മറ്റ് അവന്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് ഖാൻ അക്കാദമി, കോഴ്സറ, യൂഡമി, എഡെക്സ്, ഇതൊക്കെ അതുപോലത്തെ സിമിലർ സംഭവമാണ്. 90+ ട്യൂഷൻ, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന സംവിധാനത്തിനെ കുറച്ചുകൂടി എഫക്റ്റീവായി സിമുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനായി ഇപ്പൊ നമുക്ക് ലഭ്യമാവുന്ന സാങ്കേതിക വിദ്യകളാണ്. ഇതെല്ലാം എഡ്ടെക് സാങ്കേതിക വിദ്യകളാണ്. ഇങ്ങനെയുള്ള കുറേയധികം സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് വന്നിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. ആദ്യമൊക്കെ ചിരിച്ചു, കുറച്ചൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരുന്നു, ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങി. ഇയാൾ എപ്പോ നിർത്തും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണർന്നിരുന്നേ, കണ്ണൊന്ന് തുറന്നേ, കണ്ണൊന്ന് വലിച്ചു തുറന്നേ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സ്ലൈഡാണ്. എന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളൊരു അധ്യാപികയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അധ്യാപകനാകുമ്പോൾ സ്കൂളിൽ ചെല്ലുന്നു, ഹാപ്പി ആകുന്നു, ക്ലാസ്സിൽ പോകുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു, സന്തോഷമായിട്ട് തിരിച്ചു വരുന്നു, ഇങ്ങനെയാണോ? അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, നടക്കൂല. നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിന്റെ വലിയ ഒരു ശതമാനം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മറ്റു പണികൾക്കാണ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നാഷണൽ സർവീസ് സ്കീം ഉണ്ടാവും, NCC ഉണ്ടാവും, സയൻസ് ക്ലബ് ഉണ്ടാവും, ലിറ്റിൽ കൈറ്റ്സ് ഉണ്ടാവും. ഇത് കണക്ക് 1,000 ക്ലബുകൾ ഉണ്ടാവും. ഇതിനു പുറമെ കലോത്സവങ്ങൾ ഉണ്ടാവും, സയൻസ് മേള ഉണ്ടാവും, കുറെ മേളകൾ ഉണ്ടാവും. അതിനും പുറമെ BRCയുടെ വക അവരുടെ സ്പെഷ്യൽ ക്വിസ്, അത് ഇത് അങ്ങനെ കുറെ സാധനം ഉണ്ടാവും. ഇതിനും പുറമെ നിങ്ങൾക്ക് പരീക്ഷകൾ നടത്തേണ്ടി വരും. പരീക്ഷകൾ നടത്തിയതിനു ശേഷം ഉച്ചക്കഞ്ഞിക്ക് ഉപ്പിട്ടോ മറ്റേ എന്താണ് അതിനകത്ത് മറ്റേ ഫോർട്ടിഫൈഡ് അറിയണോ ഇല്ലെന്ന് നിങ്ങൾ പോയി സെർച്ച് ചെയ്യേണ്ടി വരും. PTA വന്ന് അലമ്പുണ്ടാക്കും. ഞാനൊരു PTA മെമ്പറാണ്. അലമ്പുണ്ടാക്കുക ഞങ്ങളുടെ ജന്മാവകാശമാണ്. നമ്മൾ അലമ്പുണ്ടാക്കിയിരിക്കും. നിങ്ങൾ വന്ന് ചൊറിയുക എന്നുള്ളത്, ഒരു ടീച്ചർ ക്ലാസ്സിൽ നിന്നിട്ട് അതിനെ പാഠം പഠിപ്പിച്ചപ്പോ ഒന്ന് തിരിഞ്ഞു നിന്നു, എന്തിനു തിരിഞ്ഞു നിന്നു എന്ന് ചോദിക്കുന്ന PTA അവിടെ ഉണ്ടാവും. ഇതിനും പുറമെ എന്താണ്, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ പണ്ടത്തെ കുട്ടികളല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഈ ചങ്ങാതിമാർ, എന്റെ മകൻ ഒരു പഠിപ്പിസ്റ്റാണ്, ഇങ്ങനെയുള്ള പഠിപ്പിസ്റ്റ് ഭ്രാന്തന്മാരെ നിങ്ങൾക്ക് കാണേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര സന്തോഷമുള്ള പണിയാണ്, അധ്യാപകർക്ക് സന്തോഷമുള്ള പണിയേ അല്ല. കാരണം ഈ ചങ്ങാതി ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തേക്കുള്ള പകുതി വരെയുള്ള ബുക്ക് ആദ്യം കിട്ടുമല്ലോ. ഇയാള് പരീക്ഷയ്ക്ക് മുമ്പല്ലത് പഠിക്കണത്, വെക്കേഷൻ സമയത്തിരുന്ന് ഇതും കംപ്ലീറ്റ് കാണാപ്പാഠം പഠിച്ചു. എന്നിട്ട് ക്ലാസ് റൂമിൽ പോയി ഷോ കാണിക്കലാണ് ആളിന്റെ പരിപാടി. ഇതൊരാളല്ല, ഇതൊക്കെ പഠിപ്പിസ്റ്റുകൾ പണ്ട് കൂട്ടത്തിൽ ഒന്നേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഞാൻ അത്തരത്തിലുള്ള ഒരു പഠിപ്പിസ്റ്റായിരുന്നു. എനിക്ക് എന്നെ പറ്റിയിട്ട് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം ഗെറ്റ് ടുഗദർ സമയത്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സിൽ ചെല്ലാതിരിക്കാനായിട്ട് ഇവര് കൊണ്ടുവന്ന അടുത്ത പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പൈസ ഇടാറുണ്ടായിരുന്നു. കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് അടി വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് എനിക്ക് എൻ്റെ ഒരു ആത്മസംതൃപ്തി. പക്ഷെ ഇന്ന് ഒന്നല്ല, ഇത് കണക്കത്തെ കുറെ എണ്ണം ഉണ്ടാവും. ഇതെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. പഠിപ്പിച്ചിട്ട് വന്നിട്ട് അധ്യാപകർക്ക് അറിയൂ എന്നുള്ളത് പരീക്ഷിക്കും. എനിക്കറിയാം, ടീച്ചറിന് അറിയുമെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം? പാഠപുസ്തകത്തിൽ മാത്രമുള്ളത് പറഞ്ഞാൽ മതിയോ? പോരാ, എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നിങ്ങൾ നമ്മൾ ഒരു പ്രൈവറ്റ് സ്കൂളല്ല നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ എന്റെ മോൻ പറയുന്ന ഒരു പേരുണ്ട്, പരീക്ഷയ്ക്ക് കുറുപ്പന്മാരാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, കുറുപ്പന്മാരോ? അപ്പൊ പറഞ്ഞു, മറ്റേ ആസ്വാദന കുറിപ്പ്, മറ്റേ കുറിപ്പ്. ഈ സാധനം കാണാപ്പാഠം പഠിച്ചാൽ കിട്ടില്ല. ഇത് അവരുടെ അനുഭവത്തിൽ നിന്നും അവരുടെ പരിചയത്തിൽ നിന്നും അവർ സ്വാംശീകരിച്ച് കൊണ്ടുവന്ന് വെക്കേണ്ടതാണ്.
ഈ കുറിപ്പന്മാരെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിനേക്കാളും വലിയ പാടാണ്, എളുപ്പമല്ല. അതിൽ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ട്, ടെർമിനൽ ടി സി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ പഠിക്കുന്ന കുറെ കഥകളുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സമയം വേണം. പീപ്പിൾ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന സംഭവം, വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു നേർക്കുനേരുള്ള സമയത്തിന് ഗ്ലോബലി ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കിട്ടുന്നത് 49% മാത്രം സമയമാണ്. അതായത് ഒരു ആഴ്ചയിൽ 50 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് 24.5 മണിക്കൂർ മാത്രമേ കുട്ടികളുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിലാണ് നിങ്ങൾ പണ്ടത്തേതിന്റെ ഇരട്ടിയിലും അധികമുള്ള എക്സ്ട്രാ വരുന്ന ലോഡിനെ പഠിപ്പിച്ചു തീർക്കേണ്ടത്. എളുപ്പമല്ല, അത്ര നിസ്സാരപ്പെട്ട ഒരു പണിയല്ല. ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ വലിയ ഉപകാരപ്പെടും. കാരണം ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ വെച്ച് ലഘൂകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പണ്ടുള്ളത് പോലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രക്സ് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങൾ നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഇവാലുവേഷൻ എടുക്കുന്നു, ഇവാലുവേഷന് വേണ്ടിയിട്ട് അത്തരം ടൂളുകൾ അവൈലബിൾ ആണ്. പരീക്ഷ നടത്താൻ നിങ്ങൾ ഇരുന്ന് ഫിസിക്കലി പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല. ഡിജിറ്റലി പരീക്ഷ നടത്താം, ഡിജിറ്റൽ ഇവാലുവേഷൻ പോസിബിൾ ആണ്. അതിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ആ കണ്ടിന്യൂസ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തിനെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഒട്ടനവധി മേഖലയിൽ നിങ്ങളെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉണ്ടായി വരും. ഇനി ഇന്നത്തെ ക്ലാസ് മുറികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതാണ് കാണുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ ഒരു ബോർഡ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അധ്യാപകർ ഇങ്ങനെ നിൽക്കും, കുട്ടികൾ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു സെറ്റപ്പാണ് സാധാരണഗതിയിൽ. ഇതൊരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ആണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അവിടെ ഒരു പ്രൊജക്ടർ ഒക്കെ ഉണ്ട്. പക്ഷെ വരാൻ പോകുന്ന കാലത്തിന്റെ ക്ലാസ് മുറികൾ എങ്ങനെയാ? ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാര് പഠിക്കുന്ന സ്കൂളെല്ലാം ഇങ്ങനെ ആകും. സുന്ദര സുരഭിലമായ മനോഹര ഒരു ലോകം ഉണ്ടായി വന്നു നമ്മളെല്ലാം ഭയങ്കര ഗംഭീരാവെന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇതിനകത്ത് വലിയൊരു ഡിസ്പാരിറ്റി ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഇതും ഇതിനപ്പുറവും ഗംഭീരമായ ക്ലാസ് മുറികൾ വരുമ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ചോർന്നിരിക്കുന്ന ഓലക്കൂരകൾ അവിടെ പിന്നെയും ഉണ്ടാകും. ഈ ഒരു ഡിസ്പാരിറ്റി നിങ്ങളുടെ വലിയ ചലഞ്ചായി മാറും. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ പെട്ടു എന്ന് പറയാം. അവിടെ അതിന്റെ ഭൗതിക സൗകര്യങ്ങളും അതിന്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസും മെച്ചപ്പെടുത്താൻ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തലമുറ തല്ല്, ഇറ്റ്സ് എ റിയാലിറ്റി. തലമുറകൾ തമ്മിലുള്ള തല്ല് പണ്ടു തൊട്ടേ ഉണ്ട്. ഇപ്പൊ നിങ്ങള് എന്താ പേര്? സഹലിന്റെ ഉപ്പയുമായിട്ട് അടി ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. വളരെ നല്ല മനുഷ്യനാണ്. എന്താ പേര്? നെഹ്ല. നെഹ്ല എങ്ങനെയാണ് വീട്ടില്? നെഹ്ല കുറച്ചുകൂടെ സത്യസന്ധയാണ്. ഉത്തരം പറഞ്ഞില്ല, ഒന്ന് പരിങ്ങി, കാര്യം മനസ്സിലായി. എടോ, നമ്മളെല്ലാരും വീട്ടിൽ തല്ലുണ്ടാക്കുക. നിങ്ങൾ തല്ലുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ വീട്ടില് നിങ്ങളുടെ പാരന്റ്സുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളുമായിട്ടോ അടി ഉണ്ടാക്കിയിരിക്കണം. അടി ഉണ്ടാക്കുകയും ചെയ്യും. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. കത്തമാഷേ ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാവരും അവരവരുടെ ചെറുപ്പകാലത്ത് തൊട്ടു മുകളിലുള്ള തലമുറയുമായിട്ട് ഫൈറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു ടീനേജ് എത്തുന്ന സമയത്ത് ഒരു 10-11 വയസ്സ് മുതൽ ഒരു 17-18 വയസ്സ് വരെ നമ്മൾ അടി ഉണ്ടാക്കും. അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ തോന്നൽ എന്താണ്? എന്റെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഒന്നും വിവരമില്ല. ഇത് നമ്മുടെ ഉള്ളിൽ അറിയാതെ കിടക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. അത് എന്താണ് നാച്ചുറൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു എവല്യൂഷന്റെ ഭാഗം കൂടിയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തല്ലിലൂടെയാണ് ഒരു തലമുറ പ്രോഗ്രസ് ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പക്കാർ എന്ന രീതിയിൽ നമുക്ക് പുതിയ കാര്യങ്ങളോട് അഫിനിറ്റി ഉണ്ടാവും. നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ഇന്നോവേറ്റ് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മളത് ചെയ്യും. ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ? നമ്മൾ മുന്നും പിന്നും നോക്കാതെ ഇത് ചെയ്യും. ഇപ്പൊ ഒരു ആനക്കുട്ടി നടക്കണം, അവന് കാണുന്നതൊക്കെ തിന്നണമെന്നൊക്കെ തോന്നും, തിന്നും. ചിലപ്പോൾ അത് വിഷമായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി പണി കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുതിർന്ന ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ കൺട്രോൾ ചെയ്യാൻ നോക്കും. അവർ കുറച്ചുകൂടെ കോഷ്യസ് ആവും. ഈ ഒരു വടംവലി
ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്നാൽ, ഒരു സമതുലനാവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഈ സമതുലനത ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഇപ്പൊ നിങ്ങൾ തല്ലുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ് ഭീകരമായി കൺട്രോൾ ഫ്രീക്ക് ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. നിങ്ങളവിടെ അടിഞ്ഞു പോകും. തിരിച്ച് നിങ്ങളുടെ പാരന്റ് ഒരു ക്ലൂ ഇല്ലാത്തൊരു മനുഷ്യനാണെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ മറ്റേ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറുന്ന കണക്ക് കയറിപ്പോവേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ ഉൾപ്പെടുന്ന തലമുറയുടെ പ്രത്യേകത, നിങ്ങൾ ഡിജിറ്റലി ഉള്ള സാങ്കേതിക വിദ്യകളിൽ വളരെയധികം അവെയറാണ്. നിങ്ങൾ കയറിപ്പോകുന്ന സൈറ്റുകൾ ഏതൊക്കെ, നിങ്ങൾ ആരെടുത്ത് സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു, ഇതൊന്നും തന്നെ നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള തലമുറയ്ക്ക് ഒരു ഐഡിയ ഇല്ല. അവര് വന്ന് ചോദിക്കുമ്പോൾ അവരെ പറ്റിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അവരെ കൃത്യമായിട്ട് നമ്മൾ പണ്ട് ഒരു തമാശയൊക്കെ പറയാറുണ്ട്. അതായത് ഞങ്ങൾ ഡാറ്റ് ജോക്സിൽ പെടുന്ന കാര്യമാണേ. ഇപ്പോ സ്കൂളിൽ പൈസ വേണമെന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ലോഗരിതം ടേബിളിന്റെ കാലൊടിഞ്ഞു എന്ന് പറയുന്ന പോലെ അവർക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയുടെ പേര് പറഞ്ഞ് അവരെ പറ്റിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് താഴെയുള്ള തലമുറയ്ക്ക് അത് പറ്റില്ലെന്നാണോ? അവർക്ക് നന്നായി പറ്റും. കാരണം അവർ കാണുന്ന ലോകം വളരെ വലിയ ഒരു ലോകമാണ്, അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ കൂടുതലാണ്. സോ ഈ തലമുറകൾ തമ്മിലുള്ള ഈ തല്ല് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തില്ല, പകരം അത് സ്ക്യൂഡ് ആവും. എങ്ങോട്ട് സ്ക്യൂഡ് ആവും? അവിടെ കുട്ടികൾക്ക് കൂടുതൽ സ്വാധീനം കിട്ടുന്ന ഒരവസ്ഥയെത്തും. അതത്ര നല്ല കാര്യമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. മറ്റൊന്ന്, പുതിയ തരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളാണ്. ഈ കാണുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. ഇതിൽ കുറെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും, കുറെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇനി വരാൻ പോകുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ പുതിയ പുതിയ ടെക്നോളജികൾ വരും. അതിൽ സൂം വരും, ജിമെയിൽ വരും, വാട്സാപ്പ് വരും, മെസ്സഞ്ചർ വരും, ഗൂഗിൾ മീറ്റ് വരും, കുറേ അധികം സാധനങ്ങൾ വരും. ഇതിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കലാപരിപാടികൾ വന്നു തുടങ്ങി. വാട്സാപ്പ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? വാട്സാപ്പില് മെറ്റയുടെ ഒരു AI വന്നത് അറിയോ? എത്ര പേര് ഉപയോഗിക്കാറുണ്ട് അല്ലെ? എന്താ നിങ്ങൾ അതിൻ്റെ അടുത്ത് ചോദിക്കുന്നത്? ഏതൊക്കെയോ വാട്സാപ്പിൽ മെറ്റ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊക്കെ ഞാൻ കേട്ടു. കാരണം ഇത്രയും പഞ്ചാര അതിന്റെ ജീവിതത്തിൽ വേറെ ആരും അതിനടുത്ത് ചോദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പലതും നമ്മൾ ചോദിക്കും. പല രസമുള്ള കാര്യങ്ങളും ചോദിക്കും, ചിത്രം വരയ്ക്കാൻ പറയും, പാട്ട് പാടാൻ പറയും, എന്തൊക്കെയോ ചെയ്യും. ഇതുപോലെ നിങ്ങൾ കാണുന്ന എല്ലാ സാങ്കേതിക വിദ്യയുടെ തലത്തിലും ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. സാമൂഹിക മാധ്യമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും പുതിയ തലമുറ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ആണ്, ഇൻസ്റ്റാഗ്രാം ആണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ജെൻസിയുടെ ഇഷ്ടം. അതിന് താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒട്ടനവധി സംഭവങ്ങൾ വരും. ഗെയിമുകൾ, കുറെ ആൾക്കാർ ഗെയിം കളിക്കാറുണ്ട്, കുറെ ആൾക്കാർ ഗെയിം കളിക്കുന്നില്ല എന്നുള്ള വ്യാജേന ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഗെയിം കളിക്കാറില്ല. കളിച്ചൊക്കെ നോക്കണം, നല്ല രസമുള്ള ഗെയിമുകളാണ്. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷേ നിങ്ങൾ ഗെയിം കളിച്ചാലും ഇല്ലെങ്കിലും അറിയേണ്ട കാര്യം പുതിയ തലമുറ ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്ന ലിസ്റ്റ് പുതിയ ഗെയിമുകളുടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 100 ലിസ്റ്റുകളിൽ പെടുന്ന ഗെയിമുകളാണ്. അല്ല 45 എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ അറിയാം, റോയൽ മാച്ച് ഉണ്ട്, റോബ്ലോക്സ് ഉണ്ട്, കാൻഡി ക്രഷ് സാഗ ഉണ്ട്, കോയിൻ മാസ്റ്റർ ഉണ്ട്, ടൗൺഷിപ്പ് ഉണ്ട്, പോക്കിമോൻ ഉണ്ട്, ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉണ്ട്, കുറെ ഉണ്ട്. മറ്റേ നിങ്ങൾ വിചാരിക്കുന്ന പലതും കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട, അതാ ഇവിടെയുണ്ട്. ഇത് തന്നെ കുറെയൊക്കെ മൊബൈൽ ഫോണിൽ കളിക്കുന്ന ഗെയിമുകളുണ്ട്, കുറെയൊക്കെ PC-യിൽ കളിക്കുന്ന ഗെയിമുകളുണ്ട്. PC കുറവാണ്, ഇതിനകത്ത് കുറവാണ്. ഇതിനകത്ത് വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ കളിക്കുന്നത് ഇപ്പോൾ ഒരുപക്ഷെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നുണ്ടാവും, ഫ്രീ ഫയർ കളിക്കുന്നുണ്ടാവും, PUBG കളിക്കുന്നുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും കൂടുതൽ കളിക്കുന്നുണ്ടാവുക. പക്ഷെ അതിൽ പോലും നമ്മൾ വിചാരിക്കാത്ത പല തരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ കുറെ ആൾക്കാർക്ക് അറിയുന്ന സാധനങ്ങളുണ്ട്, പല കാറ്റഗറികളുണ്ട്. ഇത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഗെയിമുകളാണ്. PUBG, ഗരീന, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ, ലൂഡോ കിങ്, ടീം പാറ്റി, റമ്മി, ഇന്ത്യൻ റമ്മി, ഇതൊക്കെ ഇന്ത്യയിൽ കളിക്കുന്ന ഗെയിമുകളാണ്. അതിൽ തന്നെ പലതരം പല കാറ്റഗറി ഉണ്ട്. ഇപ്പൊ സ്ട്രാറ്റജി ഗെയിമുകളുണ്ട്,
ആക്ഷൻ അഡ്വഞ്ചർ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, സിമുലേഷൻ ഗെയിംസ് ഉണ്ട്, റോൾ പ്ലേയിങ് ഉണ്ട്, പസിൽ ഉണ്ട്, അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ഗെയിമുകളുണ്ട്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ കളിക്കുന്നു എന്ന് മാത്രമല്ല, അത്തരം ഗെയിമുകൾ കളിക്കുന്നവരുടെ ഒരു സംഘം പതിയെ ഇവോൾവ് ചെയ്ത് വരികയും ചെയ്യും. മറ്റൊരു ഹാബിറ്റ് ചെറിയ കുട്ടികളിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ കാണാം, ഗെയിം കളിക്കുക മാത്രമല്ല, ഗെയിം കളിക്കുന്നത് കാണുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗെയിം സ്ട്രീം ചെയ്യും ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് അവർ ഗെയിമുകൾ സ്ട്രീം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. യൂട്യൂബിനകത്ത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഗെയിമുകൾ കളിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിന് 1, 2, 3 അല്ല, കോടിക്കണക്കിന് വ്യൂസ് ആണ് അത്തരത്തിലുള്ള ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നത്. നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അവരെന്താണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ എല്ലാവരും പറയുന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ്. അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർ കാണുന്ന കാഴ്ചകൾ പ്രധാനമാണ്. അവിടെ ചില വ്യക്തികൾക്ക് അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. അവരെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും. ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റ് അത്. അജു ഭായി എന്ന് പറയുന്ന ഒരു ചങ്ങാതിക്ക് ഗെയിമിംഗ് കളിക്കുന്നതിലൂടെ 3.5 കോടി സബ്സ്ക്രൈബേഴ്സ് അവിടെ. 1, 2 അല്ല, 3.5 കോടി സബ്സ്ക്രൈബേഴ്സ്. കാണുന്നവരുടെ എണ്ണം 3.5 കോടി എന്ന് വിചാരിക്കരുത്, സബ്സ്ക്രൈബേഴ്സ് ആണ് 3.5 കോടി. ടെക്നോ ഗെയിംസ് ഉജ്വൽ ചൗരാസിയ 31 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. റിക് ജെയിൻ ആൻഡ് ജാഷ് ധോക്ക 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ ഗെയിമുകളിലൂടെ മനുഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇത് മലയാളത്തിലെ നോൺ ഗെയിമേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. കുറെ പേരൊക്കെ നിങ്ങൾക്ക് അറിയല്ലേ? ആദ്യത്തെ ആളെ നമുക്കറിയാലോ, ഫിറോസ് ചിറ്റിപ്പാറ, നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം പാചകക്കാരൻ. മനോഹരമായി എന്തുണ്ടാക്കിയാലും പുള്ളി തന്നെ ആദ്യം പറയാം അടിപൊളി എന്ന് പറയും. പിന്നെ വേറെ ആർക്കും പുള്ളിന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അമൃത സാജു ഉണ്ട്, സുജിത് ഭക്തനുണ്ട്, ജയരാജ് നാഥ് ഉണ്ട്, രതീഷ് മേനൻ ഉണ്ട്, അർജുന്റെ കല്യാണം നടക്കാൻ പോവാ, അറിഞ്ഞോ? അപ്പൊ ഈ ചങ്ങായിമാരൊക്കെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇതൊക്കെ പെരിഫറിയിലുള്ള പ്രശസ്തരായ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത്ര പ്രശസ്തരല്ലാത്ത നമുക്കറിയാത്ത മറ്റു ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. തൊപ്പി കേട്ടിട്ടുണ്ടോ? തൊപ്പിയെ കാണുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? കണ്ടാലും കണ്ടില്ലെന്നേ പറയൂ, എനിക്കറിയാം. പക്ഷെ തൊപ്പിയെ കാണാൻ ഒരു കട ഉദ്ഘാടനത്തിന് തൊപ്പി വന്നപ്പോ അവിടെ വന്നു ചേർന്നത് 10,000-കണക്കിന് കുട്ടികളാണ്. 1ഉം 2ഉം അല്ല, 10,000-കണക്കിന് കുട്ടികൾ. ഈ 10,000-കണക്കിന് കുട്ടികൾ അവരുടെ ഏജ് ഏതാണ്ട് അവരൊക്കെ ഒരു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തൊപ്പിയെ കാണാൻ വന്നു. ഈ തൊപ്പിയുടെ കണ്ടന്റ് എന്താണെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. തൊപ്പി ഒരു ഗെയിമറാണ്, നന്നായി ഗെയിം കളിക്കും, നല്ല മിടുക്കനായ ഒരു കളിക്കാരനാണ്. പക്ഷെ പ്രശ്നം, പുള്ളിയുടെ സംഭാഷണത്തിൽ ഒരു മര്യാദയില്ലാത്തൊരു മനുഷ്യനാണ്. ലൂസിഫറിൽ മറ്റേ നമ്മുടെ ബൈജു സന്തോഷ് ചോദിക്കില്ലേ, ഒരു മര്യാദയൊക്കെ വേണ്ടടേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വളരെ ബോളനായിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധതയുടെ കാര്യത്തിൽ ഉസ്താദായിട്ടുള്ള മനുഷ്യനാണ് തൊപ്പി. ഈ തൊപ്പിയെ കാണുന്നത് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരും. എത്ര വയസ്സ്? 6ാം ക്ലാസ് 7ാം ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11, 12, 13 വയസ്സ്. 11, 12, 13 വയസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇയർ ആണ്. ടീനേജിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ സെക്ഷുവാലിറ്റി എന്ന ഒരു പ്രത്യേക ഭാഗം ഇവോൾവ് ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർ കാണുന്നത് ആരെയാണ്? തൊപ്പിയെയാണ്. നല്ലതാണോ? നോട്ട് അറ്റ് ഓൾ ഗുഡ്. തൊപ്പി മാത്രമല്ല, തൊപ്പി നമ്മുടെ പെരിഫറിയിൽ വന്ന് ഒരു കേസ് ആയതുകൊണ്ട് പുറത്തായ ഒരു മനുഷ്യൻ. നമുക്കറിയാത്ത എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? ഇത് നമ്മൾ വിചാരിക്കും 6, 7 ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇത് നടക്കുന്ന ഒരു വേദിയിൽ പോയിട്ട്, ഒരു വലിയ മുതിർന്നവരുടെ വേദിയിലാണ്. അന്ന് ഒരു ചെറിയ പെൺകുട്ടി, അവൾക്ക് 7 വയസ്സേ ഉള്ളൂ. അവിടെ ഇരുന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, മോളെ തൊപ്പി അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൾക്കറിയാം. അപ്പൊ അവളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്കറിയോ തൊപ്പിയെ? തൊപ്പി തല വെക്കുന്ന സാധനം എന്ന് ചോദിച്ചു. അപ്പോ ഈ വ്യത്യാസമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കോമഡി, 7 വയസ്സുള്ള കുട്ടി ഉപയോഗിക്കുന്ന ഫോൺ ആരുടെ അറിയോ? അമ്മയുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തൊപ്പിയുടെ വീഡിയോ കാണുന്നു. ഈ അമ്മ അതേ ഫോൺ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തൊപ്പിയെ കാണുന്നുമില്ല. ഇത് അൽഗോരിതത്തിന്റെ കളിയാണ്. ഇപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ ക്ലാസ്സിൽ പഠിക്കുന്ന IT എന്ന വിഷയം എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയോ?
ഇതിന് തൊട്ടു മുമ്പ് പാഠപുസ്തകം എപ്പോഴാണോ മെച്ചപ്പെടുത്തിയത് അല്ലെങ്കിൽ പരിഷ്കരിച്ചത് അത്രയും വർഷം പഴക്കമുണ്ട്. എത്ര കൊല്ലം മുമ്പാണ് പാഠപുസ്തകം പരിഷ്കരിച്ചത്? 10 കൊല്ലം മുമ്പാണ് പാഠപുസ്തകം പരിഷ്കരിച്ചത്. അതായത് 10 കൊല്ലം മുമ്പ് അന്നുണ്ടായിരുന്ന ആരോ ഒരാൾ എഴുതി വെച്ച കുറച്ച് കണ്ടന്റ് നമ്മൾ 10 കൊല്ലത്തിനിപ്പുറത്തേക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന കണ്ടന്റ് ആ സമയത്ത് റെലവെന്റ് ആയിട്ടുള്ളതാണോ? അതുമല്ല. ഞാൻ ഒരുപക്ഷെ MCAക്ക് പഠിക്കുന്ന കാലത്തെ സംഭവങ്ങളാണ് ഇപ്പോഴത്തെ 8ലും 9ലും പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി അതാണോ? അല്ല, മാറിക്കഴിഞ്ഞു. സാമൂഹ്യ ശാസ്ത്രം, സമൂഹത്തിന്റെ ഘടന കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ വിശദമായിട്ട് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകും. സമൂഹത്തിന്റെ പണ്ടുള്ള നമ്മുടെ സമൂഹങ്ങൾ, ഒരുപക്ഷെ നാട്ടിൻപുറത്ത് കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്കത് മനസ്സിലാകാൻ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. എങ്കിലും പണ്ടുള്ള സമൂഹങ്ങൾ കുറച്ചുകൂടി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള കുറച്ച് പേരുടെ ഒരു സമൂഹം, ഒരു പ്രത്യേക എന്താ പറയാ വിഷയം പഠിക്കുന്ന ആൾക്കാരുടെ സമൂഹം, ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരുടെ സമൂഹം, അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡിന്റെ സമൂഹം, ഇങ്ങനെ കുറച്ച് കണ്ടു. ഇന്നാണെങ്കിലോ ഇന്നുള്ള സമൂഹങ്ങൾ 1ഉം 2ഉം ഒന്നുമല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊപ്പിയെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സമൂഹമുണ്ട്. പാട്ട് പണ്ടാണെങ്കിൽ നമുക്ക് യേശുദാസും ജയചന്ദ്രനും ചിത്ര ചേച്ചി അവരൊക്കെ മാത്രമേ ഉള്ളൂ. അവരുടെ പാട്ടുകളുടെ ഭാഗത്ത് ഇന്ന് കുട്ടികൾ പാടുന്ന എന്താണ്? BTSഉം റാപ്പും മറ്റേന്താണ് ബ്ലാക്ക് പിങ്കും ഈ ചങ്ങാതിമാരെ. അതായത് കൊറിയൻ സംസ്കാരം. ഒരു ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങളൊരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ ക്യാമ്പിൽ കുട്ടികളെ വിളിച്ചിട്ട് വൈകുന്നേരത്തെ കലാപരിപാടിക്ക് പാട്ട് പാടാൻ പറയുമ്പോൾ കുട്ടികൾ വന്ന് പാടുന്നത് നല്ല ശുദ്ധമായ ഭാഷയിലെ കൊറിയൻ പാട്ടുകളാണ്. അവരുടെ എന്താ പറയാ ഒരു പ്രായം, നമ്മളെല്ലാം ആ പ്രായം കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ആ പ്രായത്തിന്റെ ഒരു അറ്റത്തെത്തി നിൽക്കുന്ന മനുഷ്യനാണ്. നമുക്കൊക്കെ ഒരു പ്രത്യേക പ്രായം എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇൻഫാക്ച്വേഷൻസ് തോന്നും. നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്ന ഇൻഫാക്ച്വേഷൻസ് ആരുടെ തോന്നുന്നത്? കൊറിയയിലുള്ള ഏതൊക്കെയോ ചങ്ങാതിമാരടുത്താണ് തോന്നുന്നത്. ഈ തരത്തിൽ സമൂഹം മാറ്റപ്പെട്ടു കഴിഞ്ഞു. സമൂഹത്തിന്റെ രൂപം മാറ്റപ്പെട്ടു. അതിൻ്റെ ഇടയിലുള്ള പരസ്പര ബന്ധങ്ങൾ മാറ്റപ്പെട്ടു. ഇത് നമ്മുടെ പാഠപുസ്തകങ്ങളിലും കരിക്കുലത്തിലും സിലബസിലും നമ്മുടെ ഫോംസ് ഓഫ് ഇന്ററാക്ഷനിലും വന്നിട്ടുണ്ടോ? കൃത്യമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മൾ ഇടപഴകുന്ന രീതികൾ, ക്ലാസ്സുകൾ, ലെക്ചർ, ഇതിപ്പോ ഒരു ലെക്ചറാണ്. ഈ ലെക്ചറിനകത്ത് ഒരു അനീതിയുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ എല്ലാവരും ഒരു വശത്തും ഞാൻ ഇവിടെ രാജാവുമായിട്ട് നിൽക്കുകയാണ്. അത് ശരിയാണോ? ഈ ഇരിക്കുന്ന രീതി തന്നെ മാറേണ്ടതല്ലേ? നമുക്ക് കൂടുതൽ ജനാധിപത്യപരമായ ഇടങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ജനാധിപത്യപരവും കൂടുതൽ എഫക്റ്റീവുമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാനിപ്പോ ഇൻഫ്ലുവൻസേഴ്സിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ബാക്കി ഞാൻ പറയാം. ഇവരൊക്കെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നിങ്ങൾ അവരെ കണ്ടാലും നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടാലും ഒരു കാര്യവുമല്ല. പക്ഷെ അധ്യാപകർ എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉണ്ടായി വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയും അവരുടെ ഇടപഴകൽ രീതിയെയും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയങ്ങളെയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കണം. കാരണം ഒരുപാട് പേര് കൃത്യമായ നെഗറ്റിവിറ്റി വിനിമയം ചെയ്യുന്നവരാണ്. ഒരുപാട് പേര് തെറ്റായ വിവരങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പേര് അസത്യങ്ങൾ അത് അങ്ങനെയാണെന്ന് അറിയാതെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇവരുടെ ഇടപഴകൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വലുതായിട്ട് കൂടുതൽ വലിയ എഫക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. അടുത്തത്, ഇത്തരം ഇന്ററാക്ഷനിൽ നമ്മുടെ കുട്ടികൾ ചെന്നുപെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ചില ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കും പരിചയം ഉണ്ടാകും. ഉദാഹരണത്തിന് ഒമേഗൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരി, ആവേശം സിനിമ കണ്ടിട്ടുണ്ടോ? ആവേശത്തിനകത്ത് ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു ആളുണ്ട്. അയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളെ 2 രീതിയിലായിരിക്കും നിങ്ങൾ ഈ സിനിമയ്ക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാവുക. ഒമേഗിളിൽ മറ്റ് പുറത്തുള്ള ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോസ്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന വീഡിയോസ്. പുള്ളി ഒരു ഗെയിമറാണ്. പുള്ളി വളരെ ഗംഭീരനായിട്ടുള്ള ഇൻഫ്ലുവൻസറാണ്. കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ പുള്ളിക്ക് ഇതുണ്ട്. ആവേശം സിനിമ തന്നെ ഇതിനൊരു കൃത്യമായ ഒരു കേസ് സ്റ്റഡിയാണ്. ആവേശത്തിനകത്തുള്ള മിഥൂട്ടി, നമ്മുടെ കുട്ടി എന്ത് രസമായിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മിഥൂട്ടി എന്ന് സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ മിഥുൻ എന്ന് പറഞ്ഞ വേറൊരു ക്യാരക്ടർ ഉണ്ട്, ബിബിന്റെ
ഒരു റോൾ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ആവേശ സിനിമയിലെ പുതുതലമുറ മുഴുവൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് അവർ ചെയ്തത്. ഇതിൽ ഹിപ്സ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ആക്ടിവിറ്റി ഒമേഗിളാണ്. ഒമേഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരുമായിട്ടും, ലോകത്തിലുള്ള ഏത് മനുഷ്യനുമായിട്ടും അപരിചിതരോടൊത്ത് പ്രത്യേകിച്ച് ബൈൻഡിങ് ഒന്നുമില്ലാതെ സംസാരിക്കാൻ പറ്റും. അവരുടെ അടുത്ത് പോയിട്ട് കൊച്ചു വർത്തമാനം പറയാം. നമുക്കൊരു ഇൻഹിബിഷനും വേണ്ട. കാരണം നമ്മൾക്ക് ഒരു പരിചയമുള്ള ആളല്ല, നമ്മൾ ഇനി കാണാനും പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവരൊത്ത് ഷെയർ ചെയ്യാം, രസമാണ്. ഒമേഗിൾ അതുപോലെ ഉള്ളത് ചാറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഷാഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അപരിചിതരുമായി സംസാരിക്കാനുള്ള ഇടങ്ങളാണ്. ഇതിനകത്തൊരു വലിയ അപകടമുണ്ട്. നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാർ അത് ചെയ്യുന്നതിന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ എല്ലാവരും അഡൾട്ട്സ് ആണ്, മുതിർന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വയം ഒരു പര്യാപ്തതയുള്ള വ്യക്തികളാണ്. 11-12 വയസ്സുള്ള കുട്ടികൾ ഒമേഗിളിൽ കയറി കഴിഞ്ഞാൽ ഇവർ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ലോകം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത്ര നിഷ്കളങ്കവും അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രശ്നം ഇല്ലാത്തതുമായ ഒരു ലോകമല്ല അവരവിടെ കാത്തിരിക്കുന്നത്. ഈ സാധ്യതകൾ നമ്മുടെ മുതിർന്ന ആൾക്കാരും പേരൻസും അധ്യാപകരും അറിഞ്ഞു പോലും ഉണ്ടാവില്ല. രണ്ടാമത്തത്, അപരിചിതരോട് ഗെയിമിംഗ് നടത്താൻ. നമ്മളിപ്പോ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയും പബ്ജിയും ഇതൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ തന്നെ പുതിയ ഏത് തരം ഗെയിമിനകത്തും ചാറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ ചാറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിരന്തരമായി ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഹൃദങ്ങൾ ഉണ്ടാവും. സൗഹൃദങ്ങൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എന്തായാലും സൈക്കോളജി പഠിക്കുന്നുണ്ടോ? മിയർ എക്സ്പോഷർ എഫക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കണ്ടു കണ്ടങ്ങ് ഇഷ്ടമായി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് മിയർ എക്സ്പോഷർ എഫക്ട്. അതായത് നിങ്ങളിപ്പോ എല്ലാ ദിവസവും ഒരു ബസ്സിൽ കയറുകയാണ്. ഇപ്പോ ആ ബസ്സിൽ ഒരു കിളിച്ചേട്ടനുണ്ട്. ആ കിളിച്ചേട്ടനെ എല്ലാ ദിവസവും കാണും. അപ്പൊ ആദ്യമൊക്കെ കാണുമ്പോൾ കിളിച്ചേട്ടൻ നമ്മളടുത്ത് ഗൗരവത്തിൽ നിൽക്കും. അങ്ങോട്ടേക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം എന്നൊക്കെ പറയും. പിന്നെ ചിരിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ തോന്നിപ്പോ ആ കിളിച്ചേട്ടൻ എന്ത് നല്ല മനുഷ്യനാണ്, അയാളുടെ കൂടെ ഒളിച്ചോടിയും കല്യാണം കഴിച്ചാലെന്നൊക്കെ തോന്നാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും വരുന്ന ഒരു പരമബോധം അല്ലെങ്കിൽ ഒരു പരമബോധത്തെ കണ്ട് അവരുമായിട്ട് ഇഷ്ടത്തിലാവാറില്ലേ? ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടാവാറുണ്ട്. ഇത് മിയർ എക്സ്പോഷർ എഫക്ട് എന്ന് പറയുന്നതാണ്. നിരന്തരം ഒരാളിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ചില പ്രത്യേകതകൾ നമുക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നുകയും അയാളടുത്ത് സൗഹൃദം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു പ്രശ്നം ഓൺലൈനായിട്ട് ചാറ്റ് ചെയ്യുന്നവരടുത്തും ഉണ്ടാവും. 10 ദിവസം കാണുമ്പോൾ ഈ ചങ്ങാതി നമ്മുടെ ചങ് ബ്രോ ആണെന്ന് തോന്നും. 15 ദിവസം കഴിയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നതിനേക്കാളും എന്റെ ചാറ്റിലുള്ള മറ്റേ ചങ്ങാതി പറയുന്നതാണ് വലുതെന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയിലെത്തും. ഇത് കൃത്യമായി ഉപയോഗിക്കുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റുകളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ. അത് ഇല്ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡ്രഗ് പുഷറായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പീഡോഫീലിയ ആയിരിക്കാം. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തന്നെ ആറ്റിറ്റ്യൂഡിനെ മാറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ പറ്റും. അപരിചിതരുമായുള്ള ചാറ്റിങ് അത്ര നിസ്സാരമായ കാര്യമല്ല. ഡേറ്റിംഗ് ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡേറ്റിംഗ് ആപ്പിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡേറ്റിംഗ് ആപ്പ് ഒരു പ്രത്യേക ഏജിന് താഴെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ ഉപയോഗിക്കാം. ടിൻഡർ ഉണ്ട്, ഓക്കെ ക്യൂപ്പിഡ് ഉണ്ട്, ഹാപ്പൻ ഉണ്ട്, ബഡു ഉണ്ട്, ബംബിൾ ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്. ഇതൊക്കെ തന്നെ ഡേറ്റിംഗ് ആപ്പുകളാണ്. ഒരു മുതിർന്ന വ്യക്തി ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളിൽ എത്തപ്പെട്ടാൽ അപകടങ്ങൾ ചെറുതായിരിക്കില്ല. അടുത്തത് ഇതാണ്, അഡൽട്ട് പോൺ സൈറ്റുകളാണ്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരാകാൻ പോകുന്ന ആളായതുകൊണ്ട് ഞാനൊരു ചെറിയ കണക്ക് പറയാം. പോൺ എന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന കണ്ടന്റിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന കുട്ടികളുടെ ആവറേജ് ഏജ് ഒന്ന് ഊഹിക്കാമോ? ഇത് 2 വർഷം മുമ്പത്തെ കണക്കാണ്, ഇപ്പൊ കുറച്ചുകൂടെ മാറിയിട്ടുണ്ടാവും. ഒന്ന് ഊഹിച്ചോളൂ. 8 വയസ്സ് ആവറേജ് ഏജ് ആണ് ഞാൻ പറയുന്നത്. 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ പോൺ എന്ന കണ്ടന്റ് ഫോർമാറ്റിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നത്. 8 വയസ്സെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ആവറേജ് ഏജ് എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഇതിൽ കുറച്ച് പേരെങ്കിലും കുറച്ച് ഡിലേഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോ ഏർലി സ്റ്റേജ് എത്രയായിരിക്കും? അതായത് അവർക്ക് ശരിക്കും അവരുടെ ശരീരം
അതിന് പാകപ്പെടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ മാനസികമായി ട്രെയിൻ ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക്. മുതിർന്ന വ്യക്തികൾക്ക് പോലും ഈ കോണ്ടന്റ് ഫോർമാറ്റ് ഉണ്ടാക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് തർക്കിക്കാം, ഡിബേറ്റ് ചെയ്യാം, ഇത് ശരിയോ തെറ്റോ എന്നൊക്കെ ആലോചിക്കാം. പക്ഷേ കുട്ടികളിൽ, പ്രത്യേകിച്ച് 8, 9, 10 ഒക്കെ വയസ്സുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് തടയാൻ പറ്റുമോ? കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടുകയാണ്, ഇവർ എന്താ കാണുന്നത് നമ്മൾ എങ്ങനെ അറിയും? കുട്ടികൾ നമ്മളെ പോലെ തന്നെയാ, കള്ളന്മാരും കള്ളത്തികളുമാണെന്നേ. ഈ ചങ്ങാതിമാര് പുറത്തൊന്നും പറയില്ല. ഇവരുമായിട്ട് അത്രത്തോളം ഗാഠമായ സൗഹൃദം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവരുടെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മകനുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അവൻ്റെ ബഡ്ഡിയാണെന്നാണ്. ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല, അച്ഛനായിട്ട് കാര്യമില്ല, പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ അടുത്ത് ഉള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഈ ചങ്ങായി വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. എനിക്കിത് കേൾക്കുമ്പോഴും മറ്റേ കാലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് വരും, പക്ഷെ ഞാൻ അങ്ങ് കടിച്ചു പിടിക്കും. എന്നിട്ട് ചങ്ങാതി എടുത്ത് സൗഹൃദത്തിൽ കാര്യങ്ങൾ സംസാരിക്കും. വേറെ നിവൃത്തിയില്ലെന്നേ. കുട്ടികളെ ഈക്വലായി കാണാതെ, കുട്ടികളെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ പരിപ്രേക്ഷ്യത്തിൽ മനസ്സിലാക്കാതെ പുതിയ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. റീലുകൾ, ഷോട്ടുകളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അഡിക്റ്റ് ആണ്. ഇപ്പോ ഞാൻ കുറച്ചാണ്, ഇപ്പോഴത്തെ റീലുകളുടെ ലെങ്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. റീലുകൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുണ്ട്, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട്. പണ്ട് റീലുകൾക്ക് ഒരു 30 സെക്കൻഡ് ആയിരുന്നു മാക്സിമം ലെങ്ത്. ആ സമയത്ത് ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തു. ഒരു ദിവസം ഞാൻ കംഫർട്ടബിൾ, എനിക്ക് മതിയാവുന്നത് വരെ റീല് കണ്ടു. മതിയാവുന്ന ഒരു റീല് കണ്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ 1, 2 അല്ല 4 മണിക്കൂറാണ് ഞാൻ റീല് കാണാതിരുന്നത് ഒരു ദിവസം. നിങ്ങൾ എത്രയാണ് നേരം കാണുന്നേ? ഒരു അവസരം കിട്ടിയപ്പോ എനിക്കിട്ട് പണിയാണോ? നിങ്ങൾ എത്ര മണിക്കൂറാണ് റീലുകളും യൂട്യൂബും ഒക്കെ കാണുന്നത്? ആലോചിച്ച് നോക്കൂ. ഇതിനെ ഒന്ന് കൗണ്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ. മിനിമം 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് പറയട്ടെ. 2 മണിക്കൂർ നമ്മൾ കാണുമ്പോൾ ഈ 2 മണിക്കൂറിൽ 30 സെക്കൻഡ് നീളമുള്ള റീലാണെങ്കിൽ എത്ര റീലുകൾ നിങ്ങൾ കണ്ടിരിക്കും? എല്ലാവർക്കും കണക്കറിയുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. 30 സെക്കൻഡ് നീളമുള്ള റീലുകൾ 2 മണിക്കൂർ നേരത്ത് എത്ര എണ്ണം നിങ്ങൾ കാണും? 1 മിനിറ്റ് 2 റീല്, 60 മിനിറ്റിൽ 120 റീല്, 2 മണിക്കൂറിൽ 240 റീല്. 240 റീല് 2 മണിക്കൂർ കാണുന്ന ഒരു വ്യക്തി കണ്ടിരിക്കും. നിങ്ങൾ ഏകദേശം അത്രയും കാണുന്നുണ്ട്, ഇല്ല എന്ന് പറയണ്ട, വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ. 240 റീലുകൾ കാണുന്നതിന് ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ? സാധാരണഗതിയിൽ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ ഒരു കഥയാണുള്ളത്, ഒരു മെയിൻ സ്റ്റോറി, അതിന് കൂട്ടിച്ചേർക്കുന്ന മറ്റ് സബ് സ്റ്റോറികൾ. ഒരു റീലിലോ അതിലും ഒരു കഥയേ ഉള്ളൂ. ആ 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കഥ പരിപൂർണമായി അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ എന്തോ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഒരു ഇമോഷന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ ഒരു ക്ലോഷർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 30 സെക്കൻഡാണ്. അങ്ങനെ 240 കഥകൾ, 240 ഇമോഷൻസ് 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ തലയിൽ കൂടെ മറ്റേ ഗുഡ്സ് ബോഗി പോകുന്ന കണക്ക് കടക്കെന്ന് പറഞ്ഞിട്ട് അടിച്ചങ്ങ് പോകും. അതെന്താ സംഭവിക്കുക? നിങ്ങൾ സൈക്കോളജിക്ക് പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്ത് സംഭവിക്കും? ഒരു കുട്ടിയാണത് കാണുന്നെങ്കിൽ അയാളുടെ മുമ്പിൽ കോൺസെൻട്രേഷൻ, അയാളുടെ മുമ്പിൽ 40 മിനിറ്റ് നേരം നിങ്ങൾ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ആ 40 മിനിറ്റിൽ അവർ 80 കഥകൾ കേൾക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഈ 80 കഥകളുടെ സ്ഥാനത്ത് നമ്മൾ അനങ്ങി വന്ന് കുട്ടികളെ ഇതാണ് മട്ടത്രികോണത്തിന്റെ കർണം എന്ന് പറയുമ്പോ ഒരു റീലിന്റെ സമയം തീർന്നു. ശ്രദ്ധ കിട്ടില്ല. അവര് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ശ്രദ്ധ കിട്ടില്ല. പിന്നെയല്ലേ, നിങ്ങളിൽ എത്ര പേര് ഒരു പുസ്തകം മര്യാദയ്ക്ക് നന്നായി വായിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും മര്യാദയ്ക്ക് ഒരു പുസ്തകം ഒരു താഴെ വയ്ക്കാതെ മൊത്തത്തിൽ വായിച്ച എത്ര ആൾക്കാരുണ്ട് ഈ കൂട്ടത്തില്? ഒരു പഠിപ്പിസ്റ്റ് 2 പഠിപ്പിസ്റ്റ് കൈവക്കി, പഠിപ്പിച്ചെന്നല്ല, നന്നായിട്ട് പുസ്തകം വായിക്കുന്ന 2 പേര് കൈവക്കി. ബാക്കിയുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം
ഇപ്പൊ നമ്മൾ പോലും ഇപ്പൊ ഒരു പുസ്തകം വായിക്കുന്ന ആൾക്കാർ പോലും ആ സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടാവും. ആ സമയത്ത് ബുക്ക് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വരും, നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള സ്വിച്ചിങ് വളരെ എളുപ്പത്തിൽ നടക്കും. ഇത് വലിയ പ്രശ്നമാണ്. ഓൺലൈൻ ഷോപ്പിംഗ്, കുട്ടികളുടെ കയ്യിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ള ഫോൺ എടുത്ത് കൊടുത്താൽ പണി എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇതൊരു വലിയ പ്രശ്നമാണ്. വീട്ടിനകത്ത് വലിയ എന്താ പറയാ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച ചങ്ങാതിമാരുണ്ട്. 3 വയസ്സ് 4 വയസ്സുള്ളപ്പോ ആമസോണിൽ കയറിയിട്ട് അതിനകത്ത് ക്രെഡിറ്റ് കാർഡൊക്കെ ബൈ ഡിഫോൾട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കണ്ടു ഫ്രിഡ്ജ് കൊള്ളാം, ഡെലിവർ. വീട്ടിൽ ഫ്രിഡ്ജ് വന്ന് മുമ്പിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കണ്ടാവുക നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് എത്തി എന്നുള്ളത്. ഓൺലൈൻ ഷോപ്പിംഗ് ഒരു തരം അഡിക്ഷനായി മാറുന്ന തരത്തിൽ കുട്ടികൾ പെരുമാറുന്നത് റീസെന്റ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരുടെ ഭാഷ സംസാരിക്കുക പ്രധാനമാണ്. അവർ കാണുന്ന ഇടങ്ങൾ മനസ്സിലാക്കുക പ്രധാനമാണ്. അവരുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക പ്രധാനമാണ്. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒഴിഞ്ഞ പാത്രങ്ങളല്ല എന്ന് പണ്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചത് റിയാലിറ്റിയിൽ ഒഴിഞ്ഞ പാത്രങ്ങളല്ല എന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. പിള്ളേർക്ക് വിവരമുണ്ട്, നമ്മളെക്കാളും വിവരമുണ്ട്. അത് മനസ്സിലാക്കാതെയുള്ള എന്ത് തരം പഠന പ്രവർത്തനവും പഠിപ്പിക്കൽ പ്രവർത്തനവും ഫ്രൂട്ട്ഫുൾ ആകത്തില്ല. മറ്റൊന്ന്, തുറന്ന് സംസാരിക്കാൻ പറ്റണം. ഞാൻ എൻ്റെ മകന്റെ കാര്യം പറഞ്ഞ ചുമ്മാ അല്ല. മകന്റെ കാര്യത്തിൽ പലതവണയും ഞാൻ ഒരു ആസ് എ പേരന്റ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ബിക്കോസ് ഞാൻ ഒരു എന്താ പറയുക ഒരു പുതിയ പേരന്റാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴുള്ള പേരൻസിന്റെ എല്ലാം പ്രശ്നം അതാണ്. അപ്പൊ ഈ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പേരന്റ് ആവാനുള്ള പരിശീലനം കിട്ടിയിട്ടൊന്നും അല്ല പോകുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പിന്നെയും കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണ്ടാവും. നിങ്ങൾ കുറെ കൂടെയൊക്കെ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടാ പോണേ. പക്ഷേ ഒരു സാധാരണ പേരന്റ് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് പേരന്റ് ആവുന്നത്. കല്യാണം കഴിക്കാനേ പ്രിപ്പറേഷൻ ഇല്ല, പേരന്റ് ആവാൻ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ല. അവിടെ ചെന്ന് കയറിയതിനു ശേഷം ഈ ചങ്ങാതിമാരടുത്ത് എങ്ങനെ സംസാരിക്കണം, എന്ത് ഇടപഴകണം, നമ്മൾ എന്ത് പറയരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുന്ന സമയത്ത് അവരെ ഒരു ഹയറാർക്കിയിൽ കാണുന്ന ഒരു ഫോമാറ്റ് പ്രശ്നമാണ്. അതിലൊരു വളരെ ഗംഭീരമായ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ആ ഒബ്സർവേഷൻ പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരു ചരിത്രകാരൻ പറഞ്ഞാണ്, ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രപഞ്ചത്തിലെ ഗ്ലോബിലെ കുട്ടികൾ എല്ലാവരും തന്നെ മുതിർന്നവരുടെ അടിമകളായിരുന്നു. ലിറ്ററലി ചെറിയ മനുഷ്യന്മാർ എന്നാണ് അവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സ്വന്തമായ വ്യക്തിത്വത്തിനെ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് കുട്ടികൾക്ക് എംപവർമെന്റ് വന്നു, അവരെ വ്യക്തികളായി നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ അവർ മുതിരലിന്റെ അടിമകളാണ്. രക്ഷിതാക്കൾ ഹെലികോപ്റ്റർ പേരന്റുമാരായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികളിൽ എല്ലാ ദിവസവും നമ്മൾ വണ്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നു. എന്റെ കുട്ടി ഇന്ന് വലിയ സംഭവങ്ങളിലേക്ക് എത്തിപ്പെടും, അവൻ പ്രോഡിജിയാണ്, അല്ലെങ്കിൽ അവൾ ഭയങ്കര ഗംഭീരമായ ടാലന്റ് ഉള്ള ഒരാളാണ്, അവളത് ഉപയോഗിക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അവരെ നിരന്തരം 24 hours പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും 24 hours പ്രൊഡക്റ്റീവ് അല്ല, 8 മണിക്കൂറും പ്രൊഡക്റ്റീവ് അല്ല, 6 മണിക്കൂറും പ്രൊഡക്റ്റീവ് അല്ല. നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്നത് വളരെ ചുരുങ്ങിയ സമയങ്ങളിലാണ്. ഉഴപ്പാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ശരീരത്തിനെ പിടിച്ചിട്ട് 24 മണിക്കൂറും ഓടിച്ചു കഴിഞ്ഞാൽ ഇത് തേഞ്ഞ് തീർന്നു പോകത്തേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അവരുമായിട്ടുള്ള തുറന്ന സംഭാഷണവും തുറന്ന ഇടപെടലുകളും വളരെ പ്രധാനമാണ്. നമ്മൾ അധ്യാപകർ എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു അധ്യാപന ലോകത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അവരുടെ കൂടെ ചേർന്നിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കണം. അടിസ്ഥാനപരമായി മാഷും കുട്ടികളും കളി ഉപേക്ഷിക്കേണ്ട സമയമായി. നമ്മൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നമുണ്ട്, മാഷും കുട്ടികളും കളിക്കും, അല്ലെങ്കിൽ ഞാൻ ടീച്ചറും കുട്ടിയും കളിക്കും, ഞാൻ ടീച്ചർ നീ കുട്ടി, ഞാൻ വലിയ ആള് നീ ചെറിയ ആള്. അത് നടക്കില്ല. പുതിയ കാലത്ത് കുറച്ചുകൂടി തുറന്ന, കുറച്ചുകൂടി ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് പുതിയ ടെക്നോളജിയുടെ പരിപൂർണമായ സാധ്യതകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഡാലി ഉപയോഗിക്കാം, പുതിയ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ചാറ്റ് GPT ഉപയോഗിക്കാം. ചാറ്റ് GPT ഉപയോഗിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ചാറ്റ് GPT നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി ആലോചിക്കണം. ചാറ്റ് GPT ഒരു എൻസൈക്ലോപീഡിയ അല്ല. ചാറ്റ് GPT എടുത്ത് പോയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജാറാം മോഹൻ റായ് എന്ന ആൻസർ തന്നേക്കാം. ചാറ്റ് GPT ഒരു ബ്ലഫ് മെഷീൻ ആണ്. അതിന്റെ പ്രത്യേകതയും മനസ്സിലാക്കാം. ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു പ്രത്യേക രൂപമാണ് അതിനുള്ളത്. അത് കണ്ടന്റ് ഒരു ഭാവനാ ലോകത്ത് ഒരു കഥാകാരനോ കഥാകാരിയോ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി തരുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് റെഫറൻസ് നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഒരു 90% ഫാക്ട് കിട്ടും, പക്ഷെ 10% നുണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വലിയ സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിനേക്കാളും, കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന സാധനം നാളെ ചിലപ്പോൾ അതായിരിക്കില്ല. നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾക്കിടയിൽ ഇത്തരം പുതിയ ടൂളുകളെ പരിചയപ്പെടാനും അതിനെ ഉപയോഗിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ എടുക്കണം. പിന്നെ സോഷ്യൽ മീഡിയയെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കുട്ടികളെ കൺട്രോളിൽ നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പിടിച്ച് കെട്ടിയിടാന്നുള്ളതല്ല. അവർ നമ്മുടെ അനഭിലഷണീയമായ ലോകങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനുള്ളിൽ വ്യക്തമായ പ്ലാനുകളോടുകൂടി നിങ്ങൾ ഇടപെടേണ്ടതുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത് സാങ്കേതിക വിദ്യകൾ നല്ലതോ ചീത്തയോ അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു കത്തി തന്നതിന് ശേഷം ഈ കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഉണ്ടോ? ഇല്ല. കത്തി ഉപയോഗിച്ചുകൊണ്ട് വെണ്ടയ്ക്ക അറിയാം, വെണ്ടയ്ക്ക വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം, ആ സാമ്പാർ നമുക്ക് കഴിക്കാം. അതേ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ തൊണ്ടയും അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ അത് നല്ലത് ചീത്തയില്ല, പക്ഷെ അത് കയ്യിലിരിക്കുന്നത് ആരാണോ അയാളുടെ നല്ലതും ചീത്തയും അതിനെ ബാധിക്കും. അതായത് അത് പക്ഷപാതമുള്ളതാണ്, ന്യൂട്രൽ അല്ല. അപ്പൊ ടെക്നോളജിയെ നിങ്ങൾ കയ്യിലെടുക്കുക. നിങ്ങളുടെ റൈറ്റ് ഇന്റൻഷൻസിന് വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുക. അല്ലെങ്കിൽ വേറെ ആൾക്കാർ അതിനെ കൃത്യമായി മിസ്യൂസ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഡിജിറ്റൽ ഒരു ഗ്യാപ്പ്. മുതിർന്ന തലമുറയും ഇന്നത്തെ തലമുറയും അതുപോലെ നമ്മുടെ കുട്ടികൾക്കിടയിലും ഇതുണ്ട്. ഉദാഹരണത്തിന് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി വരികയാണ്, നമുക്ക് ക്ലാസ്സിൽ ഇപ്പോഴും അങ്ങനെ കുട്ടികളുണ്ടാവില്ല. പലർക്കും ബേസിക് ആയിട്ടുള്ള, കാരണം ഡിസബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ദാരിദ്ര്യത്തിന്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല, ഇന്റർനെറ്റ് ഉണ്ടാവില്ല, അവർക്കൊരു പക്ഷെ നമ്മൾ മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ഇവരുടെ വളർച്ചയെ കാര്യമായി ബാധിക്കും. ഇത്തരം ഡിജിറ്റൽ ഗ്യാപ്പുകളെ നമ്മൾ ഡിജിറ്റൽ ഭിന്നശേഷി അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു അധ്യാപക സമൂഹം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് ആലോചിക്കണം. നെക്സ്റ്റ് വൺ, അറിവ്. ദിസ് ഇസ് വെരി ക്രിട്ടിക്കൽ. നമ്മൾ അറിവ് മോചനമാണ്, അറിവ് വലിയ സംഭവമാണ്, അറിവ് എന്താണ് പവറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ പറയുമല്ലോ. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അറിവ് എന്ന് പറയുന്നത് ഒരു മാലിന്യം ആകുന്ന അവസ്ഥയുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട മാലിന്യങ്ങളുണ്ട്. ഒന്നാമത്തെ മാലിന്യം മിസ് ഇൻഫർമേഷൻ എന്ന് പറയും. അതായത് തെറ്റായ ഇൻഫർമേഷൻ. കോവിഡ് വന്നു. കോവിഡ് വരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. എന്താണ്? കോവിഡിന്റെ അസ്കിതകൾ മാറാനായിട്ട് ലേശം മഞ്ഞൾ എടുക്കുക, കുറച്ച് പെരുംജീരകം ചേർക്കുക, വേണമെങ്കിൽ കുറച്ച് തേനിൽ ചാലിച്ച് 3 നേരം കഴിച്ചാൽ ഗംഭീരായി. സംഭവം വന്നതാണ് മെസ്സേജ്. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അയക്കുന്ന ആരാ? എന്റെ സ്വന്തം എന്താണ് കസിനോ ഒക്കെ ആയിരിക്കും അയക്കുന്നുണ്ടാവുക. അയാൾ അയക്കുന്നത് എന്നെ ഉപദ്രവിക്കാനാണോ? അയാൾ വിശ്വസിച്ചിട്ട് അയക്കുന്നത്. ഇത് ശരിക്കും ഇനി അങ്ങ് കോവിഡ് മാറിയാലോ, ഇനി ഞാനായിട്ട് ആ ഒരു നന്മ വേണ്ടാന്ന് വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്യുന്നതാണ്. ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ അറിയാതെ പ്രചരിപ്പിക്കപ്പെടും. ഇതിന് മിസ്ഇൻഫർമേഷൻ എന്ന് പറയും. അറിവ് ഒരുപാടാകുമ്പോൾ മിസ്ഇൻഫർമേഷന്റെ അളവും കൂടും. രണ്ടാമത്തെ ഡിസ്ഇൻഫർമേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവർ രണ്ടുപേരും ഭയങ്കര അടുത്ത കൂട്ടുകാരാണ്. ഈ ചങ്ങായിക്ക് അത് കണ്ടിട്ട് അത്ര പിടിക്കണില്ല അല്ലെ? അപ്പൊ ഈ ചങ്ങായി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എപ്പുറത്തിരിക്കണുണ്ടല്ലോ അത്ര ശരിയല്ല കേട്ടാ, മനഃപൂർവ്വം ഉപദ്രവിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാലോ. ഇത്തരത്തിൽ നമ്മളെ കൃത്യമായി ഡൈവേർട്ട് ചെയ്യിപ്പിക്കാൻ, നമ്മളെ കൃത്യമായി കുഴിയിൽ ചാടിക്കാനായിട്ട് വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയും. ഇനി മാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു മൂന്നാമതൊരു കാറ്റഗറി കൂടെ ഉണ്ട്. മാൽ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അറിവ്. ഉദാഹരണത്തിന് ഇന്ന് തിങ്കളാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്ന് എത്രയാണ്, ഇന്നത്തെ ദിവസം ഞാൻ മറന്നുപോയി, ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ ആണ് എന്നുള്ളത് ഒരു ഇപ്പോഴത്തെ വസ്തുതയാണല്ലോ, സത്യമാണല്ലോ. ഇത് നിങ്ങൾ മറ്റന്നാൾ എന്ന് പറഞ്ഞാലോ, ഇന്ന് ഫ്രൈഡേ ആണ് എന്ന ഒരു കാര്യം നിങ്ങൾ മറ്റന്നാൾ വന്നിട്ട് പറയാണ് ഇന്ന് ഫ്രൈഡേ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറിയോ? ഡിലേഡ് ആയിട്ടുള്ള ട്രൂത്ത് പലപ്പോഴും തെറ്റായിട്ട് മാറാം. ഇത് ഒരുപാട് അപകടങ്ങളും ഉണ്ടാക്കാം. ഇത്തരത്തിൽ വിവരങ്ങളെ ഡിലേ ചെയ്യിപ്പിക്കുന്ന പരിപാടിയും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രാഥമികമായി ഇരകളാക്കപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ്. വലിയ രീതിയിൽ തെറ്റായ ലോകങ്ങളിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി ഞാൻ ഒരുപാട് കഥകൾ ഇനിയും പറയേണ്ടത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം ഒരുപാട് സമയമായി.
നിങ്ങൾക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. ഇല്ല, സന്തോഷം. ഓക്കെ, എന്തായാലും സമയം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം. ചില ഡിജിറ്റൽ സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ട്. അപ്പൊ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ പോയിട്ടുണ്ടാവും. ഒരു ഫേസ്ബുക്കിനകത്ത് ഒരാൾ വന്നിട്ട്, നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയും, എനിക്ക് കുറച്ച് പൈസ വേണം. നമ്മൾ എന്ത് ചെയ്യും? സ്വന്തം സുഹൃത്തല്ലേ, പൈസ കൊടുക്കും. അത് നമ്മുടെ സുഹൃത്തേ ആയിരിക്കില്ല, ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്നായിരിക്കും വരണ്ടാവുക. എനിക്ക് പോയിട്ടുണ്ട് കേട്ടോ, സത്യസന്ധമായിട്ട് പറയാം. ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മറ്റേ എന്താണ് സുഖമാണോ എന്ന് ചോദിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കുക. തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്താണ്, സുഖമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ആ സുഖമാടാ. എന്താണ്? എന്റെ തിരിച്ചുള്ള മറുപടി, ആ സുഖമാടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ അവിടെ നിന്ന് സുഖം, മറ്റേ കോട്ടയം പ്രദീപ് മറ്റേ സിനിമയ്ക്കത്ത് പറയുന്ന പോലെ സുഖം എന്നുള്ള രീതിയിൽ അവിടെ നിന്നൊരു സാധനം കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ നീ അവരെയൊക്കെ കാണാറുണ്ടോ? രാജേഷും സുമിത്തും ഒക്കെ സുഖമായിട്ട് ഇരിപ്പുണ്ടോ? കണ്ടിട്ട് കുറച്ച് നാളായി. അവിടെ നിന്ന് മറുപടി. എന്നിട്ട് അവിടെ നിന്ന്, നീ രാജേഷുമായി സംസാരിക്കാൻ അവിടെ നിന്നുള്ള മറുപടി. ഞാൻ പറഞ്ഞു, രാജേഷിനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ക്യാമ്പസിൽ നീ പോകാറുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് അതിനുള്ള മറുപടി വരുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആരാ ഇൻഫർമേഷൻ കൊടുക്കണേ? ഞാനാ കൊടുക്കുന്നേ. ആ ചങ്ങാതി എന്താ ചെയ്യുന്നത്? ന്യൂട്രൽ ലാംഗ്വേജിൽ തുടങ്ങുന്നു, എന്റെ നിന്ന് കിട്ടുന്ന ക്യൂസ് ഉപയോഗിക്കുന്നു, ആ ക്യൂസിന് വെച്ചിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഈ പരിപാടിക്ക് പറയുന്ന പേര് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. വളരെ എളുപ്പമാണ്. നിങ്ങളിപ്പോ പറ്റിക്കാൻ, ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് പറ്റിക്കാം. ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാണ്, എവിടെ സ്ഥലം? അമരമ്പലം. ഓ, അമരമ്പലം മറ്റേ ആ ജംഗ്ഷന്റെ അവിടുന്ന് ഉള്ളിലോട്ടാണോ ക്ഷേത്രത്തിന്റെ? ആ, സംഭവം മനസ്സിലായല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ആ ചങ്ങാതി അത് വിട്ടു. വളരെ ലളിതമാണ്, നമ്മളെ പറ്റിക്കാൻ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. അല്ല, ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തിയല്ല, ഇത് എല്ലാവർക്കും പറ്റുന്ന സംഭവമാണ്. ഞാൻ പേഴ്സണലി അനുഭവപ്പെട്ടതാണ്. നമ്മൾ എന്താ ചെയ്യണേ? ഒരു ക്യൂ കിട്ടാനായിട്ട് അവർക്ക് അറിയാം, ഈ ടെക്നിക്കുകൾ അറിയാം. ഇതിലൂടെ കൃത്യമായിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ നമ്മളെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫിഷിംഗ് എന്ന് പറയും. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചൂണ്ടയിടൽ. പക്ഷെ അതിൽ ഫിഷിങ്ങിന്റെ എഫ് അല്ല, PH എന്നാണ് പറയുന്നത്. ഈ ഫിഷിങ് തന്നെ 10-16 തരമുണ്ട്. അതിൽ 12 എണ്ണത്തിന് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, 10-11 ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പല കാറ്റഗറിയിൽ SMS അയച്ച് ഫിഷ് ചെയ്യാം, ഫേസ്ബുക്കിലൂടെ ഫിഷ് ചെയ്യാം, ഇമെയിലിലൂടെ ഫിഷ് ചെയ്യാം, കൂട്ടത്തിൽ ഫിഷ് ചെയ്യാം. നിങ്ങളൊരു വലിയ തിമിംഗലമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ഫിഷ് ചെയ്യാം. പല രീതിയിൽ ഫിഷ് ചെയ്യാം. പല ടെക്നിക്കുകളും ടെക്നോളജികളും ആൾക്കാർ ഉപയോഗിക്കും. ഇതിനൊക്കെ നമ്മുടെ കുട്ടികള് നമ്മളെ കുട്ടികൾ മാത്രം നമ്മൾ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. പല കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഒരു സംഭവത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇതുപോലെ നമ്മളിപ്പോ സംസാരിച്ചതുപോലെ അല്ലാതെയും ഹാക്കിങ്ങിലൂടെയും ഒക്കെ നമ്മുടെ പേഴ്സണൽ ഐഡന്റിറ്റി അടിച്ചുകൊണ്ട് പോകും. ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക, അതിലൂടെ ആൾക്കാരെ കൊണ്ടുവരിക. പല പല രീതിയിൽ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ, ഐഡന്റിറ്റി തെഫ്റ്റ് നടത്താറുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗിൽ ചിലപ്പോൾ ഇന്ന സ്ഥലത്ത്, ഇപ്പൊ ഏറ്റവും കോമൺ ആയി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡോമിനോസ് പിസ്സ ഫ്രീ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡോമിനോസ് പിസ്സ ഫ്രീ വരും പറയും. വെറുതെ കിട്ടുന്ന പിസ്സ കളയട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കും. സിമ്പിൾ. നമ്മുടെ അക്കൗണ്ടിലുള്ള കാശെല്ലാം കൂടെ അവരെടുത്തോണ്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ചതികളുണ്ട്. ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചതികളുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞാൻ സംസാരിച്ചു, അത്തരത്തിലുള്ള ചതികളുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു വലിയ പ്രശ്നം എക്കോ ചേംബറുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു. എക്കോ ചേംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിഫറൻസ് ഉള്ള ആൾക്കാരെ മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും പതിയെ പതിയെ അൺഫ്രണ്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് പുറത്താക്കും. ഇങ്ങനെ ചെയ്യും. ഇപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു 4 ചുവരിനകത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം കിടന്ന് എക്കോ ചെയ്യും. പുറം ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. ഇത്തരം ഒരു പ്രശ്നമാണ് എക്കോ ചേംബർ എന്ന് പറയുന്നത്. ഇത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. ഉദാഹരണത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഞാൻ ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടിയിട്ട്
ഘോരം ഫേസ്ബുക്കിനകത്ത് വാദിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ലോകം മുഴുവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന്. ആര് കേൾക്കുന്നു? ഞാനും എന്റെ പാർട്ടിക്കാരും കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ള ആരും കേൾക്കുന്നില്ല. അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഗ്രൂപ്പിനകത്ത് അവർ കിടന്ന് അടിയുണ്ടാക്കുന്നുണ്ട്. ഇത്തരം എക്കോ ചേമ്പറുകൾ ഉണ്ടാക്കി നമ്മൾ വളരെ സെഗ്രിഗേറ്റഡ് ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടമുണ്ട്. ഡാറ്റ നല്ല രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ട്, ഡാറ്റ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഡാറ്റ സെക്യൂരിറ്റി വലിയൊരു പ്രശ്നമാണ്. സൈബർ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപകടങ്ങൾ ഒരുപാട് പല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുന്നുണ്ട്. സൈബർ ഗുണ്ടായിസം, കുട്ടികൾ നോക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയി പറയേണ്ട ഒരു കാര്യമാണ് സൈബർ ഗുണ്ടായിസം, സൈബർ ബുള്ളിയിങ് എന്ന് പറയും. പല കുട്ടികളും തമാശയ്ക്കൊക്കെ പോയിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അവരുടെ എന്തെങ്കിലും ഒരു 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 കൈൻഡ് ഓഫ്, ചിലപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അറിയാതെ പറഞ്ഞു പോയൊരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ അവരറിയാതെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ഇത് വെച്ചിട്ട് അവരെ ബുള്ളി ചെയ്യുകയും പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്റ്റോക്ക് ചെയ്യും. ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ നിങ്ങളെല്ലാവരും ഒക്കെ അനുഭവിക്കുന്ന കാര്യമായിരിക്കും. നമ്മളൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ താഴെ വന്നിട്ട് നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ ഇൻബോക്സ് 150 ഹായ്. പെൺകുട്ടികൾ എന്തിനു പറയണു? നമുക്ക് വരുന്നില്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ വിചാരിക്കും ആമ്പിളരൊക്കെ ഭയങ്കര സേഫ് ആണെന്ന്. ഈ പാവങ്ങളെ കാര്യം അവർക്കേ അറിയത്തുള്ളൂ. അവരുടെ ഇൻബോക്സ് ഒക്കെ പോയി നോക്കണം. വളരെ മോശപ്പെട്ട അഭ്യർത്ഥനകളൊക്കെ ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള സ്റ്റോക്കിംഗ് ഉണ്ടാവും, പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഓൺലൈനായിട്ട് നടക്കുന്നുണ്ടാവും. ഒരുപാട് ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള സൈബർ ഇടപെടലുകളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ട് മനഃശാസ്ത്ര പ്രശ്നങ്ങളിലേക്ക് പോകും. ഗെയിം അഡിക്ഷനൊക്കെ തന്നെ പല രീതിയിൽ, എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മകൻ സൂയിസൈഡ് ചെയ്തു. ഗെയിം കളിച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്തത്. ഗെയിമിങ്ങിനകത്ത് പല പല ലെവൽസ് കൊടുത്തു. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ അവനുള്ള ടാസ്ക് സൂയിസൈഡ് ചെയ്യാനായിരുന്നു. ആശാൻ പോയി സൂയിസൈഡ് ചെയ്തു. എത്രയോ കുട്ടികൾ ഇങ്ങനെ പെട്ടുപോകുന്നുണ്ടെന്നറിയാം. സൂയിസൈഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഹാം ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ പെൺകുട്ടി, അവൾക്ക് 13 വയസ്സങ്ങാണ്ടുള്ള എന്ന പെൺകുട്ടി BTS എന്ന ഒരു ഗ്രൂപ്പിന്റെ പാട്ടുകൾ നിരന്തരമായി കേൾക്കുകയും അതിനകത്തുള്ള BTSിലുള്ള ഒരു പ്രത്യേക ചെറുപ്പക്കാരനുമായിട്ട് എന്ന് വെച്ചാൽ അയാൾക്ക് കുട്ടി അറിയുന്നില്ല. ഈ കുട്ടിക്ക് അങ്ങോട്ടേക്കൊരു വൺ സൈഡഡ് ഇൻഫാക്ച്വേഷൻ ഉണ്ടാവുകയും കുറച്ച് കഴിയുമ്പോൾ ഡിപ്രഷനിലേക്ക് പോവുകയും ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. സൈക്കോളജിക്കൽ ആയിട്ടുള്ള എററുകൾ ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഇത്രയും വ്യാപകമായ വലിയ രീതിയിലുള്ള ഇൻപുട്ട് വരുമ്പോൾ ഇവരെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മളും അതിന് വൾണറബിൾ ആണ്. നിങ്ങൾക്ക് 25 വയസ്സായെന്നും എനിക്ക് 44 വയസ്സായെന്നും കർത്തമാഷിന് 56 അല്ലെങ്കിൽ 60 വയസ്സായെന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെല്ലാവരും ഇതിനകത്ത് വൾണറബിൾ ആണ്. ആ വൾണറബിലിറ്റിയെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. നിർമ്മിത ഉള്ളടക്കങ്ങൾ, ChatGPT ആണെങ്കിലും ഡാലി ആണെങ്കിലും ഇതൊക്കെ തന്നെ ക്രിയേറ്റഡ് കോണ്ടന്റ്സ് ആണ്. നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന 90% വിവരങ്ങളും ക്രിയേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ്. അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ തന്നെ ഡീപ് ഫേക്കുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്ന് ഡീപ് ഫേക്കുകളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആരാണ്? മോഹൻലാൽ അല്ലേ? അതാ ഈ മോഹൻലാൽ മമ്മൂട്ടി കൂടെ ഈ അടുത്ത സമയത്ത് പുതിയൊരു സിനിമയിൽ അഭിനയിച്ചോ? നിങ്ങൾ ഉണ്ടായിരുന്നോ? ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? കുറെ പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഇത് ഊഹിച്ചതുപോലെ, നിങ്ങൾ എല്ലാവരും ഊഹിക്കുന്ന പോലെ ഇത് റിയൽ സിനിമയോ റിയൽ വീഡിയോ അല്ല. ഇതിനകത്ത് ഒരുപാട് വീഡിയോ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. പുതിയ വീഡിയോകളിൽ മറ്റേ ആരൊക്കെയാണ്, ഇന്നസെന്റും സലീം കുമാറും ഒക്കെയുള്ള കാറിന്റെ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസിനകത്ത് ഈ ചങ്ങാതിമാരെല്ലാം കൂടെ ഉള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം പറയപ്പെടുന്നത് ഡീപ് ഫേക്ക് എന്ന ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ ഡീപ് ഫേക്കിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഇത്തരം വീഡിയോകൾ ഇത്തരം നിരുപദ്രവകരമായിട്ടുള്ള രസമുള്ള നമുക്ക് തമാശ തോന്നുന്ന വീഡിയോകൾ മാത്രമൊന്നുമല്ല, ഒരുപാട് അപകടം ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഫോൺ വീഡിയോസ് ആണ്. നമ്മളൊരു ഫോട്ടോ, ഒരു ഇമേജ് കിട്ടിയാൽ മതി, ജസ്റ്റ് ഒരു മുഖം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഫോൺ വീഡിയോയിലും പങ്കെടുക്കുന്നു എന്നുള്ളത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഇനി അതല്ല, ആ ഒരു കാറ്റഗറി ഒഴിവാക്കി തന്നെ നിർത്തിക്കൊള്ളൂ. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ നേതാവ് ഇലക്ഷന്റെ തലേ ദിവസം ഒരു വീഡിയോ ഇറങ്ങുന്നു. അതിനകത്ത് ആ രാഷ്ട്രീയ നേതാവ് വേറൊരാളിനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരാളിനെ തല്ലുന്ന വീഡിയോ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇന്നിറങ്ങുന്ന വീഡിയോസിൽ വലിയൊരു ശതമാനം
ഡീപ് ഫേക്ക് ആണ്. എന്തിനു പറയുന്നു? ഇന്ത്യൻ 2 കണ്ടോ? ഇന്ത്യൻ 2-നകത്ത് ഒരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്, നെടുമുടി വേണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഡീപ് ഫേക്ക് വീഡിയോ വഴി ഉണ്ടാക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നമ്മുടെ AR റഹ്മാൻ ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു പാട്ടിറക്കി. ആ പാട്ടില് മരിച്ചുപോയ 2 സംഗീതജ്ഞന്മാരുടെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടിൽ പാടിയിരിക്കുന്നവരാണ്, പക്ഷെ അവർ മരിച്ചുപോയിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഡീപ് ഫേക്കിലൂടെയും ഇത്തരത്തിലുള്ള നിർമ്മിതമായിട്ടുള്ള സൗണ്ടിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ആരുടെയും ഏത് രൂപവും ഏത് ശബ്ദവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശബ്ദങ്ങൾ ക്ലോൺ ചെയ്യാൻ പറ്റും. മൈക്കുണ്ടായിരുന്നെങ്കിൽ ഇത് കേൾപ്പിച്ചു തരാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് വെറുതെ ഒരു പാട്ട് പാടിയിട്ട് ആ പാട്ടിനെ നമ്മുടെ യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ യേശുദാസ് പാടിയ ഒരു പാട്ടിനെ നിങ്ങളുടെ ശബ്ദത്തിൽ കേൾപ്പിക്കാൻ പറ്റും. നമ്മുടെ പാട്ട് യേശുദാസ് പാടുന്നത് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ യേശുദാസിന്റെ പാട്ട് നമ്മുടെ ശബ്ദത്തിൽ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല ഈണത്തിൽ പാടുന്ന കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. വളരെ എളുപ്പമാണ്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. വെറുതെ പോയി ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, എന്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങളായി മാറുകയും ചെയ്യും. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും പൊതുസമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ കടന്നുകയറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇംപ്ലിക്കേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബാധ്യതയും ഉണ്ടാകും. എഡ്യൂക്കേഷണൽ ചലഞ്ചസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ അധ്യാപകരായിട്ട് സ്കൂളിൽ പോയി പിള്ളേർക്ക് അസൈൻമെന്റ് കൊടുക്കുകയാണ്. എന്താണ്? ഗാന്ധി ജയന്തിയാണ്, ഗാന്ധിയെ പറ്റിയിട്ട് 15 വാചകം എഴുതിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെന്റ് ChatGPT ഉണ്ടാക്കിയതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കുട്ടികൾ വളരെ കാര്യമായി ഉപയോഗിക്കുകയും അത് തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാധ്യതയും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ അശ്രദ്ധയാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടേതായ പ്രിപ്പറേഷൻസിലേക്ക് കൊണ്ടുപോകണം. അത് ഡിജിറ്റൽ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, ഈ സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കുന്നതിലാണെങ്കിലും ശരി തന്നെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം പുതിയ ശീലങ്ങളും പുതിയ ചിന്തകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇനി നിങ്ങൾ ഇടപെടാൻ പോകുന്ന പുതിയ ലോകം അല്ലെങ്കിൽ പുതുതായി പഠിപ്പിക്കാൻ പോകുന്ന സമൂഹത്തിൽ അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന തൊഴിലുകൾ നിങ്ങൾക്ക് കിട്ടുന്ന തൊഴിലുകളല്ല. വേറൊരു ഭാഷ പറഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ലോകത്തിലുള്ള തൊഴിലുകൾ ഇപ്പോഴുള്ള തൊഴിലുകൾ ആയിരിക്കില്ല. എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. ഡോക്ടർ എന്നൊരു തൊഴിൽ, നിങ്ങൾ ചിലരെങ്കിലും ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പണി അറിയുന്ന ആൾക്കാരുണ്ടാവും. ഡോക്ടറിന്റെ പണി എന്താണ്? ചികിത്സിക്കുക എന്നുള്ളത് ഒരു ഫൈനൽ സ്റ്റേജ് ആണ്. ആദ്യം എന്താണ്? വരുന്ന ആളിനെ ഡയഗ്നോസ് ചെയ്യുക, പരിശോധിച്ച് രോഗനിർണയം നടത്തുക. രണ്ടാമത്തത് അയാൾക്ക് എന്ത് ചികിത്സ വേണമെന്ന് തീരുമാനിക്കുക, ഡിസിഷൻ മേക്കിംഗ്. മൂന്നാമത്തത് ചികിത്സിക്കുക. ഇനി ഒരു പരിപാടിയും കൂടെ ചിലപ്പോൾ അത് ചെയ്തേക്കാം, സർജറി ചെയ്തേക്കാം. അപ്പോ ഇപ്പോഴത്തെ സമയത്ത് AI-യുടെ സഹായത്തോടു കൂടി അസുഖം ഐഡന്റിഫൈ ചെയ്യാൻ ടൂളുകളുണ്ട്. ഗൂഗിളിന്റെ ഒരു റീസെന്റ് ഇറങ്ങിയൊരു സംവിധാനമുണ്ട്. നിങ്ങളുടെ ഒരു കണ്ണിന്റെ ഒരു പിക്ചർ എടുത്താൽ ആ കണ്ണിന്റെ പിക്ചർ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോന്നും നിങ്ങൾ പുകവലിക്കാറുണ്ടോന്നും നിങ്ങൾക്ക് കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടോന്നും കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യുന്ന, അതിലൂടെ നിങ്ങളുടെ ജീവൻ എത്രത്തോളം നിലനിൽക്കുമെന്ന് പറയുന്ന ഒരൊറ്റ ഫോട്ടോ എന്ന് വെച്ചാൽ കണ്ണിന്റെ ഫോട്ടോ മാത്രം ഗൂഗിൾ പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തുള്ളി ചോരയിൽ നിന്ന് നിങ്ങൾക്ക് 10-200ഓളം ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങൾ ഉണ്ട്. അപ്പോൾ ഡയഗ്നോസിസ് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ സംവിധാനങ്ങളുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ, ഏത് ചികിത്സ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനും ഇപ്പോൾ 100 കണക്കിന് ടെക്നോളജികളുണ്ട്. ചികിത്സ ചെയ്യുന്നത് ആരാണ്? ഡോക്ടർമാരാണോ? അത് നഴ്സുമാരാണോ? അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഫൈനലി സർജറി നടത്തുന്നതോ? അതും ഇപ്പോ യന്ത്രങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ യന്ത്രങ്ങൾ കൈവറക്കില്ല, മനുഷ്യന്മാരുടെ കൈവറയ്ക്കും. അപ്പൊ ഭാവിയിൽ ഒരു ഡോക്ടർ എന്ന ഒരു ജോലിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ 100 ഡോക്ടർമാരുണ്ടെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ 2 ഡോക്ടർമാർ മതിയാവും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പണി പോവും.
സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യാൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ ഒരു ഒരു വലിയ സെറ്റ് ഓഫ് ടൂൾസ് അവൈലബിൾ ആണ്. ചാറ്റ് GPT കോഡ് എഴുത്ത്, ഡ്രൈവറുടെ പണി ഒരുപക്ഷെ നിലമ്പൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒക്കെ എത്താൻ കുറച്ച് ലേറ്റ് ആവുമായിരിക്കാം. പക്ഷേ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ നമ്മുടെ റോഡിൽ കൂടെ ഓടും. ടെക്നോളജി ഇപ്പോഴുണ്ട്, അത് നമ്മുടെ നാട്ടിൽ എത്താഞ്ഞിട്ടാണ്. അതായത് ഡ്രൈവറുടെ പണി പോവും, ഡോക്ടറുടെ പണി പോവും, എഞ്ചിനീയറിന്റെ പണി പോവും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പണി പോവും. അധ്യാപകരുടെ പണിയോ? അധ്യാപകരുടെ പണിയും പോകും. പക്ഷേ അങ്ങനെ പോവില്ല കേട്ടോ. മറ്റുള്ള ജോലി പോകുന്നത് പോലുള്ള വലിയ പോക്കായിരിക്കില്ല. അധ്യാപകർക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടും. മാത്രമല്ല നിങ്ങളുടേത് ഒരുതരം അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെനാരിയിലേക്ക് മാറുകയായിരിക്കും. അതായത് നിങ്ങളിപ്പോ പഠിപ്പിക്കുന്ന രീതികൾ മാറും. നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന രീതിയോ നിങ്ങളുടെ അധ്യാപകർ ഇപ്പൊ പഠിപ്പിക്കുന്ന രീതിയോ നിങ്ങൾ ഇനി അടുത്ത 5 കൊല്ലം പഠിപ്പിക്കാൻ പോകുന്ന രീതിയോ ആയിരിക്കില്ല നിങ്ങൾ അതിനുശേഷം പഠിപ്പിക്കാൻ പോകുന്ന രീതി. അതിലേക്ക് നിങ്ങൾ അപ്സ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ പോകുന്ന ലോകം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ലോകമാണ്. അവിടെ അവർക്ക് പുതിയ ശേഷികളാണ് ആവശ്യം. പണ്ട് ഹാർഡ് സ്കിൽസ് ആണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ആണ് വേണ്ടത്. അതിൽ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, സെൽഫ് മാനേജ്മെന്റ്, ആക്റ്റീവ് ലേണിംഗ് എന്നിങ്ങനെയുള്ള കുറെ പുതിയ ശേഷികൾ നമുക്കുണ്ടാവണം. നിരന്തരമായി അഡാപ്റ്റ് ചെയ്യാൻ അവർ പഠിക്കപ്പെടേണ്ടി വരും. അതിനുവേണ്ടി നമ്മുടെ കരിക്കുലങ്ങളും നമ്മുടെ സിലബസും മാറ്റപ്പെടേണ്ടി വരും. ശേഷികളുടെ രീതിയും മാറും. പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന അറിവും ഒരു മേഖലയിലെ ആഴത്തിലെ അറിവും മതിയായിരുന്നു. ഞാൻ ടി ഷേപ്ഡ് സ്കിൽ എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴ് ചീർപ്പ് മാതൃക എന്നാ പറയുന്നത്. തലയിൽ ചീകുന്ന ചീർപ്പുണ്ടല്ലോ, അതില് പരന്ന ഒരു കമ്പുണ്ട്. അതുപോലെ പരന്ന അറിവ് വേണം. വിവിധ വിഷയങ്ങളിൽ ആഴത്തിൽ അറിവുണ്ടാവണം. അപ്പോ ടി ഷേപ്ഡ് സ്കിൽ സെറ്റിൽ നിന്ന് കോം ഷേപ്ഡ് സ്കിൽ സെറ്റിലേക്കുള്ള മാറ്റം പുതിയ കാലത്തിന്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള മാറ്റത്തിന് കുട്ടികളെ എനേബിൾ ചെയ്യിപ്പിക്കുന്ന ചങ്ങാതിമാരാണ് എൻ്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ആ സ്കിൽ സെറ്റ് കണ്ടെത്തേണ്ടി വരും. ചെറിയ പണിയല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഫ്രോണ്ടിയർ ടെക്നോളജീസും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് ഒരുമിച്ച് നിൽക്കുക, നിരന്തരമായി ഇത്തരം സാഹചര്യങ്ങളെ പറ്റി പരസ്പരം ചർച്ച ചെയ്യുക, പുതിയ ലോകത്തിനെ മാക്സിമം മനസ്സിലാക്കുകയും പരസ്പരം അത് പങ്കുവയ്ക്കുകയും ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ലെങ്തിയായ അത്യാവശ്യം ബോറിംഗ് ആയ എൻ്റെ ഈ സെഷൻ ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.